Hello, good morning. Good morning. Good morning. Good morning. Good morning, ma'am. Good morning, ma'am. So, sorry, first of all, 5 minutes late I പോയി. So, first of all, sorry ചോദിക്കുകയാണേ. വന്നു അതുകൊണ്ടാണ്. So, pardon me for that. Okay. Almost 65 students have joined the introduction class of hospital administration. First of all, welcome all to a new course and also to our Smart Sri family. Welcome. Thank you, ma'am. Thank you, ma'am. Thank you. Thank you, ma'am. Thank you, ma'am. Yes. Thank you. Okay. Yes. So I think you are eagerly waiting for something from Smart Sri, right? Yes, ma'am. Yes. Yes. So I know that. Before that, let me introduce myself. My name is Nisha, and I'm a faculty of Smart Sri Edu Consultancy, teaching hospital administration course. Okay. So with your permission, I would like to mute all of you because there are some disturbances in our classes. Right. ഇപ്പോ നമ്മള് എല്ലാവരെയും ഒന്ന് മ്യൂട്ട് ചെയ്തിരിക്കുകയാണേ. എന്ന് വെച്ചാൽ മലയാളത്തിൽ പറഞ്ഞ നിങ്ങൾ എല്ലാവരും ഒന്ന് വായടപ്പിച്ചിരിക്കുകയാണ്. കാരണം എന്താണെന്നറിയോ, നമ്മളിവിടെ ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരു ഓൾമോസ്റ്റ് അറൌണ്ട് 70 ഇപ്പൊ തന്നെ ആകും, കുറച്ചും കൂടി വരും. ഈ എല്ലാവരും ഇങ്ങനെ ജോയിൻ ചെയ്യുന്ന സമയത്ത്, ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരത് കയറി ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് 2-3 സെക്കൻഡ് കഴിയുമ്പോഴായിരിക്കും അവരുടെ ആ ഒരു സൗണ്ട് മ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇൻഡിവിജ്വലി. നിങ്ങൾക്ക് ഓരോരുത്തർക്കും കയറുമ്പോ തന്നെ ആ 2 സെക്കൻഡോ 3 സെക്കൻഡോ ഒക്കെ കഴിഞ്ഞിട്ട് അവർക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഇടയിൽ ജോയിൻ ചെയ്തു വരുമ്പോ തന്നെ ആ ഒരു ഡിസ്റ്റർബൻസ് വരും. ഞാനിവിടെ എന്താണോ പറയുന്നത് അത് നിങ്ങൾക്ക് ഒരു എക്കോ പോലെയോ അല്ലെങ്കിൽ കേൾക്കാൻ ക്ലിയർ ആകാത്ത ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം തന്നെ ഒന്ന് മ്യൂട്ട് കൊടുത്തേക്കാണ്. ഇവിടുന്ന് നിങ്ങളെ വായടപ്പിച്ചിരിക്കുകയാണ്. ദാറ്റ് മീൻസ് നിങ്ങൾ വായടപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാൻ ടീച്ചർ എന്താണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകാം. പക്ഷേ നോ വറീസ്, നമ്മൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ക്ലാസ് ഐ വിൽ ഗിവ് യു 5 or 10 minutes if you have any doubts after my class. എന്റെ ക്ലാസ്സിന് ശേഷം ഞാൻ ഇൻട്രോ ക്ലാസ് ആണ് എടുക്കുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണ്, എന്തുകൊണ്ട് ഇത്രയും ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു ഇത്രയും ഡിമാൻഡബിൾ ആയിട്ടുള്ള ഒരു കോഴ്സ് ആയിട്ട് ഹൗ ഇറ്റ് ഡെവലപ്ഡ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊരു ചെറിയ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് തരിക്കാനുള്ളതാണ് നമ്മുടെ ഈ ഒരു 1 hour ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് മുഴുവനും നിങ്ങൾ കേൾക്കുക. നിങ്ങൾക്ക് ഒരുപാട് സംശയം ഉണ്ടായിരിക്കും, പക്ഷെ അത് മുഴുവൻ കേൾക്കുക. കേട്ടതിന് ശേഷം ഇഫ് യു ഹാവ് എനി ഡൗട്ട് ഫർദർ, അതിനുശേഷമുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ മിക്കവാറും ആ ക്ലാസ്സുകൾ കഴിയുമ്പോഴേക്കും ടീച്ചർ ടീച്ചർ പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്നാണ് പ്രീവിയസ് എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇപ്പൊ നൗ യു ആർ ദ 23rd batch of hospital administration in Smart Sri. നമ്മുടെ സ്മാർട്ട് ശ്രീയിൽ 23ാമത്തെ ബാച്ച് ആണ് നിങ്ങൾ. ഓക്കെ, അപ്പോ ആ പ്രീവിയസ് ആയിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ക്ലാസ് കഴിയുമ്പോഴേക്കും കുട്ടികൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആയിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ സേ ദാറ്റ് ദിസ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഇസ് ഡിവൈഡഡ് ഇൻടു 2 parts. രണ്ടായിട്ടാണ് നമ്മുടെ ഇൻട്രോ ക്ലാസ് ഉള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു 1 hour ക്ലാസ് വിൽ ബി ലെഡ് ബൈ മീ. ഞാനായിരിക്കും ആ ഒരു ഇൻട്രോ ക്ലാസ് തരിക. And the half part, അല്ലെങ്കിൽ ഇതിന്റെ ബാക്കി ഭാഗം will be provided by the founder of Smart Sri Edu Consultancy, Jaydev sir. Okay, so it will be later. It will be informed you in your Google Classroom. നിങ്ങൾക്ക് വേണ്ടി ഒരു ഗൂഗിൾ ക്ലാസ് റൂം ഒക്കെ അവിടെ തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കാം. ആൻഡ് യു മേ ഹാവ് ബി ആഡഡ്, അല്ലെ? നിങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടോ ഗൂഗിൾ ക്ലാസ് റൂം? ഒരു ഗൂഗിൾ ക്ലാസ് റൂം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അതിൽ ആഡ് ചെയ്യപ്പെട്ടവരാണോ? Whatever the instructions to be given by Smart Sri, just you can react with a thumb or any തരത്തിലുള്ള comments. Okay, നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് പറയാതെ ഇങ്ങോട്ട് തമ്പായിട്ടോ ഒരു കമന്റ് ആയിട്ടോ യെസ് എന്നോ നോ എന്നോ whatever it may be അതൊന്ന് ടൈപ്പ് ചെയ്യുകയോ ആ റിയാക്ഷൻസ് ഒന്ന് കാണിച്ചോളൂ. ഓക്കെ, വെരി ഗുഡ്.
അത് റിയാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഉണ്ടായിട്ടിരിക്കാൻ പറഞ്ഞ ടീച്ചർ എന്തായി ചോദിക്കണേന്നല്ല, കാരണം റിയാക്ട് ചെയ്യാനുള്ള മോജീസ് ഒക്കെ ഇവിടെ ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒന്ന് റിയാക്ട് ചെയ്യാം. അപ്പൊ നിങ്ങളെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് മൊത്തത്തിൽ തരാനുണ്ടെങ്കിൽ അത് ആ ഗൂഗിൾ ക്ലാസ് റൂം വഴിയായിരിക്കും തരിക. അപ്പൊ ഈ പാർട്ട് കഴിഞ്ഞിട്ട് അടുത്ത ഒരു ഇൻട്രോ പാർട്ട്, ദാറ്റ് മീൻസ് ഒരു എന്താ പറയുക, ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. അത് നിങ്ങൾക്ക് ഇവിടുത്തെ ഈ കോഴ്സ് പഠിച്ചു കഴിയുമ്പോൾ അതിന്റെ സർട്ടിഫിക്കേഷൻ സംബന്ധമായ കാര്യങ്ങൾ, പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള മറ്റ് കാര്യങ്ങൾ, ഈ കോഴ്സ് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഇന്റേൺഷിപ്പിന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങളോ അതർ ദാൻ ദാറ്റ്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള ഇൻട്രോ ക്ലാസ്സിനാണ് ഇതിന്റെ ബാക്കി ഭാഗത്ത് സാർ വരിക. ഓക്കെ, ആ കാര്യം അപ്പൊ സാർ നിങ്ങളോട് കാര്യങ്ങൾ ചോദിക്കും. whatever you can have to clear, അപ്പൊ നിങ്ങൾക്ക് സാറിനോട് ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ എന്റെ ഒരു എന്താ പറയാ ഡ്യൂട്ടി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ടു ഇൻട്രൊഡ്യൂസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ്. ആ ഒരു കോഴ്സിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അപ്പൊ അതിനാണ് നമ്മളിവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. സോ കുറച്ച് പേരൊക്കെ കുറവായിരുന്നു. നമ്മൾ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ഒരു 60യുടെ അടുത്തായിരുന്നു. ഇപ്പൊ 76 ആയി, 75 ഇൻക്ലൂഡിംഗ് മീ 76. അപ്പൊ ഒന്നുകൂടി ഞാൻ വെൽക്കം ചെയ്യാണ് എല്ലാവരെയും. വെൽക്കം ഓൾ ഓഫ് യു ടു a new course and also to SmartSri Edu Consultancy family. ഓക്കെ, അപ്പൊ ഇനി കുറച്ച് നാളുകൾ നിങ്ങൾ ഞങ്ങളോടൊപ്പമാണ്. ഓക്കെ, കാണുന്നില്ല എങ്കിലും നിങ്ങൾ ഓരോരുത്തരെയും കണ്ടുകൊണ്ടാണ് നമ്മളിവിടെ ക്ലാസ് എടുക്കുന്നത് അല്ലെ. ഓൺലൈൻ ക്ലാസ് അങ്ങനെ നടക്കുള്ളൂ അല്ലെ. ക്ലാസ് എടുക്കുമ്പോഴും സെയിം ഈ സിമിലർ കാര്യമായിരിക്കും ചെയ്യുക. ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ നെക്സ്റ്റ് ഡേ ഓൺവേഴ്സ് you will have the classes. സോ ക്ലാസ് എടുക്കുന്ന സമയത്ത് ടീച്ചേഴ്സും ഇങ്ങനെ തന്നെയാണ് എന്താ പറയാ, ഒന്ന് മ്യൂട്ട് ചെയ്തിട്ടായിരിക്കും. ഓൾ മ്യൂട്ട് നമ്മൾ ഇവിടുന്ന് കൊടുക്കും. നമ്മൾ ഇവിടുന്ന് കൺട്രോൾ ചെയ്ത് ആണ് ഓൾ മ്യൂട്ട് കൊടുത്തിട്ടാണ് ക്ലാസ് എടുക്കുക. അപ്പൊ ഇതുപോലെ തന്നെ ക്ലാസിന്റെ അവസാനം ആ എടുത്ത ടോപ്പിക്കിനെ കുറിച്ച് if you have any doubts have to be cleared that day itself before leaving the class. Okay, അപ്പൊ ക്ലാസിന്റെ അവസാനം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ക്ലാസ് തീർന്ന് ടീച്ചർ ഇറങ്ങി പോകുന്നതിന് മുമ്പ് ടീച്ചർ ലാസ്റ്റ് ഒരു 5 minutes ഒന്ന് അൺമ്യൂട്ട് ചെയ്യും. അപ്പൊ ചോദിക്കാം, ടീച്ചറെ ഇന്നത് എന്താണ്, ആ ഒരു കാര്യം പറഞ്ഞത് എനിക്ക് ഒന്ന് ക്ലിയർ ആകാനുണ്ട്, ചോദിക്കാം. നോ പ്രോബ്ലം, ടീച്ചർ ക്ലിയർ ചെയ്യും. ഓക്കെ, അതെല്ലാം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ, മറ്റു കാര്യങ്ങൾ ക്ലാസ് എടുക്കുന്ന പോർഷനെ കുറിച്ചല്ല, അതല്ലാതെ സ്മാർട്ട്സ്രിയെ കുറിച്ചോ സ്മാർട്ട്സ്രിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റു കോഴ്സിനെ കുറിച്ചോ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കോൾ മീ, എന്ന് വിളിച്ചാൽ മതി. അപ്പൊ എന്റെ പേര് ഞാൻ തുടക്കം പറഞ്ഞിരുന്നു, നിഷ എന്നാണ് എന്റെ പേര്. ഓക്കെ, അപ്പൊ നിഷ മിസ്സിനെ ഒന്ന് കാണണം, അല്ലെങ്കിൽ ഒരു കാര്യം ചോദിക്കാനുണ്ട്. പഠിപ്പിക്കുന്ന കാര്യമല്ല കേട്ടോ, പഠിപ്പിക്കുന്ന ടോപ്പിക് അവരോട് എന്താ ചോദിച്ച് എന്താ പറയാ ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അതായത് ആ ഒരു പോർഷനകത്ത് പറയാത്തതല്ലാത്ത ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ന് വെച്ച് നിഷ മിസ്സിനെ ഒന്ന് കാണണം. എല്ലാ ദിവസവും കാണണമെന്നൊന്നും പറയണ്ട, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഓർത്ത് വെച്ചിരിക്കുക. വൺസ് ഇൻ എ വീക്കോ അതിന്റെ ആവശ്യമൊന്നും വരാൻ സാധ്യതകളില്ല. കാരണം കുറെ കാര്യങ്ങൾക്ക് നമ്മളിവിടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഞാനും സെറുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഡൗട്ട്സ് ഒന്നും ഉണ്ടാകാറില്ല. ആൻഡ് ഉണ്ടെങ്കിൽ മേ ബി ഉണ്ടെങ്കിൽ മാത്രം എന്നെ വിളിക്കണമെന്ന് പറയാം. നിങ്ങൾ വിളിച്ചാലേ ഞാൻ വരുള്ളൂ, ഒന്ന് നിങ്ങളെ ഇടയ്ക്ക് കാണാൻ. ഇപ്പോ ആ ക്ലാസ്സിൽ എനിക്ക് ക്ലാസ്സുകൾ ഇല്ലായെങ്കിൽ, മീൻസ് നിങ്ങളുടെ ക്ലാസ്സിൽ എനിക്ക് ടൈം ടേബിൾ ക്ലാസ് ഇല്ലായെങ്കിൽ നമ്മൾ ചിലപ്പോൾ കണ്ടു എന്ന് വരുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഒരു മുൻകൂറായിട്ട് ഞാൻ കാര്യം പറഞ്ഞു വെച്ചതാണ്. നിങ്ങൾക്ക് കാണണമെന്ന് തോന്നുമ്പോൾ നിങ്ങളൊന്ന് വിളിക്കണം. അല്ലെങ്കിൽ ഞാൻ ഇടിച്ചു കയറി എന്ത് ചെയ്യും, ആ കുട്ടികളുടെ തന്ന് ഇൻട്രൊഡക്ഷൻ ക്ലാസ് കൊടുത്തിട്ട് പോകുന്നതാണല്ലോ, പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല, അവരെല്ലാം വിട്ട് വിളിച്ചില്ല, പിന്നെ ഞാനിങ്ങനെ പോകും എന്ന വൈകിൽ ഞാൻ അവിടെ ഇരിക്കും അല്ലെ. അപ്പൊ ഇടയ്ക്കൊന്ന് വിളിച്ചാൽ മതി കേട്ടോ. വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് നൗ. അപ്പൊ നമ്മളിവിടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിക്കാനാണ് നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ കോഴ്സ് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന കോഴ്സ് പല ആളുകളിൽ നിന്ന് ചിലപ്പോൾ ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയാ ഈ ഒരു ഇതിൻ്റെതായിട്ട് വലിയ അഡ്വർടൈസ്മെന്റ് ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. അതല്ലാതെ ഇപ്പൊ ഓരോ പഞ്ചായത്ത് വൈസോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് വൈസോ ഓരോ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇങ്ങനെ ഒരു കോഴ്സ് ഇത്ര എന്താ പറയാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് വലിയ മീഡിയാസിലൊന്നും അഡ്വർടൈസ് ചെയ്യാതെ വാട്സപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ വല്ല കൂട്ടുകാരോ നിങ്ങളുടെയൊക്കെ തന്നെ റിലേറ്റീവ്സോ നേരത്തെ പഠിച്ചവരോ ഒക്കെ ആ ഒരു റീൽസ് ഇട്ടതോ അല്ലെങ്കിൽ അവര് സ്റ്റോറി ഇട്ടതോ സ്റ്റാറ്റസ് ഇട്ടതോ ഒക്കെ കണ്ടിട്ട് ഒക്കെ ജോയിൻ ചെയ്തവരായി അല്ലെ.
അങ്ങനെ അത് കണ്ടു. അപ്പൊ ശരിയാണല്ലോ, അപ്പൊ ഇത്രയും എന്താ പറയാ വലിയ പൈസ കൊടുത്ത് പുറത്ത് നമ്മൾ ഇത് നിങ്ങൾ അന്വേഷിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു 40,000 50,000 ഒക്കെ ആ ഒരു റേഞ്ചിൽ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാം. എങ്ങനെ പല രീതിയിലും ജോയിൻ ചെയ്തവരാണ് നിങ്ങൾ, അല്ലേ? ആണോ? റിയാക്ട് ചെയ്യൂ. ഓക്കെ, ആണ്. പറയുന്നത് ക്ലിയർ ആകുന്നുണ്ടോ? ഞാൻ എന്റെ സംസാരം ഇത്തിരി സ്പീഡാണ് എന്ന് എല്ലാവരും പറയാറുണ്ട്. പക്ഷെ യു ഹാവ് ടു ഫോളോ. എന്തെങ്കിലും ക്ലിയർ ആകാത്തത് ഉണ്ടെങ്കിൽ ചോദിക്കാം. പറയുന്നത് മനസ്സിലാവണില്ലേ? വെരി ഗുഡ്, താങ്ക് യു. അപ്പൊ അതാണ്. അപ്പൊ നമ്മൾ ഇത്രയും എന്താ പറയാ പൈസ കുറഞ്ഞ് എന്തുകൊണ്ട് സ്മാർട്ട് സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് നോക്കുമ്പോൾ ഒബിയസ്ലി യു ഹാവ് ഡൗട്ട്സ്, അല്ലെ? നിങ്ങൾക്ക് തോന്നും അത് ശരിയാണോ, അതൊക്കെ ഉള്ളതാണോ, രജിസ്ട്രേഷൻ ഫീസ് അടച്ചു അതൊക്കെ പോയോ എന്നൊക്കെ ഒരു തോന്നലൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഇങ്ങനെ നമുക്ക് എന്താ പറയാ ഒരുപാട് സ്റ്റുഡൻസ് നമ്മൾ ഈ പറയുന്ന കോഴ്സ് നമ്മുടെ ഇവിടെ നിന്ന് പഠിച്ച് ഇറങ്ങിയവരുണ്ട്, ജോലിക്ക് കയറിയവരുണ്ട്, ജോലി ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നവരുണ്ട്, ഇന്റേൺഷിപ്പ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് ഇവരൊരു 10 ആളോട് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്സ് നമ്മുടെ റിലേറ്റീവ്സിനോട് കസിൻസിനോടൊക്കെ പറയുമ്പോൾ അങ്ങനെ നമുക്ക് കുട്ടികളുടെ എണ്ണം ഇങ്ങനെ കൂടുതൽ കിട്ടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ആ ഒരു റേറ്റിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്ത് നിങ്ങളെ സാറ്റിസ്ഫൈഡ് ആക്കുക. അത് അവരെ സ്മാർട്ട് സിറ്റിയുടെ ഉദ്ദേശമുള്ള ക്ലാസ്സിൽ ഒരു പോരായ്മ ഉണ്ടാവില്ല കേട്ടോ. എന്ന് വെച്ചാൽ എന്താ പൈസ കുറയുമ്പോ എന്തെങ്കിലും പ്രോഡക്റ്റുകളുടെ സാധാരണ കുറഞ്ഞ പൈസക്ക് കിട്ടി എന്ന് പറയുമ്പോൾ നീ അത്ര രൂപയ്ക്ക് വാങ്ങിച്ചേ, പക്ഷെ എനിക്ക് ഇത്ര കൊടുത്തല്ലോ. സോ ദർ വിൽ ബി സം റിഡക്ഷൻ ഓർ സം ദർ വിൽ ബി ഡിറ്റീരിയറേഷൻ ഇൻ ക്വാളിറ്റി എന്ന് വിചാരിക്കും ചില ആൾക്കാർ, അല്ലെ? ഇത് ക്വാളിറ്റി കുറഞ്ഞ സാധനമാണ് എന്ന് ചിലപ്പോ തോന്നാൻ സാധ്യതയുണ്ട്. ഒട്ടും കുറവല്ല, ക്വാളിറ്റി നിങ്ങള് നാളെ പറയും മനസ്സിലാക്കിയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ആ ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്കുണ്ട്. ആ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ നല്ല രീതിയിലുള്ള ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ച് നിങ്ങൾ പല രീതിയിലും ഈ കോഴ്സിനെ കുറിച്ച് നമ്മൾ എന്തായാലും ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ ഇത് എന്താണ് ഇത് സെർച്ച് ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ടായിരിക്കും. ഗൂഗിൾ സെർച്ച് ചെയ്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ടോ നിങ്ങൾ പല കാര്യങ്ങളും ഡൗട്ട്സ് ഒക്കെ ചോദിച്ച് ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. സോ ആ ഡൗട്ടുകളൊക്കെ ഒന്നുകൂടി നമുക്ക് എന്ത് ചെയ്യാം, പൊടി തട്ടി ക്ലിയർ ചെയ്ത് എടുക്കാമെന്നതാണ്. അഡ്മിനിസ്ട്രേഷൻ, hospital administration. What do you mean by the word administration? To manage, അല്ലെ? അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മാനേജ് ചെയ്യുക എന്നാണ്. ഓക്കെ, സോ ആ ഒരു വേർഡിന്റെ മുമ്പിൽ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും? ഹോസ്പിറ്റലിനെ മാനേജ് ചെയ്യുക. ഇസ് ഇറ്റ് ടു മാനേജ് എനി പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ? നോ. ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിന്റെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണോ? അല്ല. പേര് ഇതാണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. സോ ഫ്രം ദ വേർഡ് itself you have to understand that it is the administration or management or scheduling, controlling and directing each and every activities of a hospital as a whole. ഒരു ഹോസ്പിറ്റലിനെ മൊത്തത്തിൽ മാനേജ് ചെയ്യുക, ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുക, സ്കെഡ്യൂൾ ചെയ്യുക, അവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം മാനേജ് ചെയ്യുക, ഹോസ്പിറ്റലിനെ മൊത്തത്തിൽ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സിന്റെ ആ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിച്ച് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് മാറുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഉള്ള ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഡ്യൂട്ടി, റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അത്ര ചെറുതല്ല, അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. കാരണം ഏതെങ്കിലും ഓരോ പ്രത്യേകം സ്ഥലം മാത്രം നമ്മൾ മാനേജ് ചെയ്യാൻ ഇറ്റ്സ് വെരി ഈസി, അല്ലെ? നമ്മുടെ വീടുകളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കിച്ചൺ മാത്രം മാനേജ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഇറ്റ് വിൽ ബി വെരി ഈസി. മറ്റു കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെ? കിച്ചന്റെ കാര്യം മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ, ബാക്കി കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളൂ കേട്ടോ, അല്ലെങ്കിൽ അമ്മ നോക്കിക്കോളൂ, അല്ലെങ്കിൽ ഹസ്ബൻഡ് അതൊക്കെ ചെയ്തോളൂ, കുട്ടികളെ പഠിപ്പിക്കുന്നത്. സോ എന്ത് രസമായിരുന്നു അല്ലെ അങ്ങനെയാണെങ്കിൽ. പക്ഷെ നമ്മൾ അങ്ങനെയാണോ? അല്ല. ഒരു വീട്ടിലെ വീട്ടമ്മ, മിക്കവാറും മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ഗേൾസ് അല്ലെങ്കിൽ എന്താ പറയാ ലേഡീസ് ആയതുകൊണ്ടാണോ ഞാൻ അങ്ങനെ പെൺകുട്ടികളെ എടുത്തു പറഞ്ഞത്. ഒരു വീട്ടമ്മ അല്ലെങ്കിൽ വീടിനെ മാനേജ് ചെയ്യുന്ന ആളുകൾ, അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് വീടിനെ മൊത്തം മാനേജ് ചെയ്യുന്ന ആളുകൾ നോക്കണം, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം, പഠിപ്പിക്കണം, അവര് നേരത്തിന് അവർക്ക് ഫുഡ് കൊടുക്കണം, അവരെ സ്കൂളിൽ വിടണം, ഹസ്ബൻഡിനെ ഓഫീസിൽ വിടണം, അല്ലെ? തിരിച്ച് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം, അല്ലെ? ഒരു വീടിനെ എല്ലാ ദിവസവും ഇങ്ങനെ മിനുക്കി ഇരിക്കുക എന്നുള്ളതാണ് മൊത്തത്തിൽ മാനേജ് ചെയ്യുന്നത്. അത്തരം ഒരു ഡ്യൂട്ടിയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന കോഴ്സ് പഠിച്ച് നമ്മൾ ആ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വരുന്നു. ഹോസ്പിറ്റലിൽ നമുക്കറിയാം, ഹോസ്പിറ്റലിൽ പോകാൻ ആരെങ്കിലും ഉണ്ടോ? അല്ലെ? എല്ലാവരും ഹോസ്പിറ്റലിൽ, ഇന്നത്തെ കാലത്ത് ഹോസ്പിറ്റലിൽ തന്നെയാണെന്ന് തോന്നുന്നു എപ്പോഴും നമ്മള്, അല്ലെ?
അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. വി ക്യാൻ സീ എ ലോട്ട് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് വർക്ക് ചെയ്ത്. അവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. കാർഡിയോളജി ഉണ്ട്, പീഡിയാട്രിക്സ് കുട്ടികളുടെ വിഭാഗമുണ്ട്, ഒഫ്താൽമോളജി കണ്ണിന്റെ വിഭാഗമുണ്ട്, ഓങ്കോളജി ക്യാൻസർ വിഭാഗമുണ്ട്, ഓർത്തോപെഡിക്സ് മസിൽസ് മസ്കുലോസ്കെലറ്റൽ വിഭാഗമുണ്ട്, ഒരുപാട് അല്ലെ, ഗൈനക്കോളജി ഡിഫറെന്റ്. അതുപോലെ തന്നെ ഫാർമസി ഉണ്ട്, ക്യാൻറ്റീൻ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനെ എല്ലാത്തിനെയും മാനേജ് ചെയ്യുക, ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ഒരു റൂഫിന്റെ കീഴില്ല. അപ്പൊ ഇതിനെല്ലാം മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. എന്തുകൊണ്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് ഹൗ ഇറ്റ് ബിക്കം സോ ഡിമാൻഡബിൾ കോഴ്സ്, ഇത്രയധികം ഡിമാൻഡുള്ള കോഴ്സായിട്ട് എന്തുകൊണ്ട് മാറി? ഡിമാൻഡുള്ള കോഴ്സ് ആണെന്ന് അറിഞ്ഞിട്ടാണ് കൂടുതൽ പേരും ഈ ഒരു കോഴ്സ് പഠിക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അല്ലെ? എന്തുകൊണ്ടാണ്? അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് it is the increased demand for health care institutions or hospitals. എന്തുകൊണ്ടാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സിന് ഇത്രയധികം ഡിമാൻഡ് വരാനുള്ള ഏക കാരണം എന്ന് പറയുന്നത് ഹോസ്പിറ്റൽസിന്റെ തന്നെ ഡിമാൻഡ് വർദ്ധിച്ചതുകൊണ്ടാണ്. കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ there are different types of diseases അല്ലെ, ഡേ ബൈ ഡേ ഇൻക്രീസിങ്. എന്തൊക്കെ പേരാ അറിയില്ല, എന്തൊക്കെ തരത്തിലുള്ള പേരില്ല പുതിയ പുതിയ രോഗങ്ങൾ പൊങ്ങി വരുന്നത്. ഈ രോഗങ്ങളുടെ പെരുക്കം ആൻഡ് ഓൾസോ ഡ്യൂ ടു ദ ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ ഓഫ് എ പർട്ടിക്കുലർ കൺട്രി ലൈക്ക് ഇന്ത്യയെ പോലുള്ള ഇത്രയും അധികം പോപ്പുലേഷൻ ആയിട്ടുള്ള ഒരു രാജ്യത്ത് ആളുകളുടെ എണ്ണം കൂടുതലാണ്. അങ്ങനെ വരുമ്പോ തീർച്ചയായിട്ടും എന്ത് കൂടും? പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഈ രോഗങ്ങൾ കൂടും അല്ലെ? നിങ്ങൾക്ക് സംശയമുണ്ടോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? രോഗങ്ങൾ പെരുകുന്നു, ആളുകളുടെ എണ്ണം ഇഷ്ടം പോലെ ഉണ്ട്. ഒരുപാട് പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യയെ പോലുള്ള രാജ്യത്ത്, ഇന്ത്യ മാത്രമല്ല കേട്ടോ, എല്ലായിടത്തും രോഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നതും രോഗങ്ങളുടെ ടൈപ്പ് എന്ന് പറയുന്നതും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഈ പറയുന്ന ഇത്രയധികം അനിയന്ത്രിതമായ രീതിയിൽ കൺട്രോളബിൾ അല്ലാത്ത രീതിയിലുള്ള ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് ഡിസീസസ്, ഇൻക്രീസ്ഡ് ടൈപ്സ് ഓഫ് ഡിസീസസ് which led to the introduction of various professionals in hospitals. അതായത് ഹോസ്പിറ്റൽസിൽ പല വിഭാഗങ്ങളെ മാനേജ് ചെയ്യാനുള്ള പ്രൊഫഷണൽസിന്റെ ഡിമാൻഡിനെ വർദ്ധിപ്പിച്ചു. കാരണം ഇപ്പൊ എവിടെയെങ്കിലൊക്കെ കുറെ ജോലികൾ കൂടുമ്പോ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പർട്ടിക്കുലർലി ആളുകളെ ഏൽപ്പിക്കാൻ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ ഏൽപ്പിക്കാൻ നമുക്ക് ആവശ്യം വേണ്ടി വരും. അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റൽസിലും. ഈ നമ്മുടെ കൊറോണയ്ക്കൊക്കെ ശേഷം അല്ലെ, ഈ അടുത്ത കാലഘട്ടത്തിലാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ച് നമ്മൾ കൂടുതലൊക്കെ അറിഞ്ഞു തുടങ്ങിയത് അല്ലെ? അതിന് മുമ്പ് ഒരു 10-15 കൊല്ലം മുമ്പ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ച് കേട്ടിട്ട് പോലും ഉണ്ടായിട്ടാവില്ല. കാരണം രോഗങ്ങൾ ഇങ്ങനെ പെരുകാൻ തുടങ്ങി. ആ പെരുകുന്നതിന്റെ ഫലമായിട്ട് ഓരോ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനും എന്ത് ചെയ്യാൻ തുടങ്ങി? മാനേജിങ്ങിന്റെ കാര്യത്തില് കുറച്ച് അങ്ങോട്ട് ഡൗൺ ആവാനാണ്. അപ്പൊ നല്ലൊരു പ്രൊഫഷണൽസിനെ, ഈ പറയുന്ന എല്ലാ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ പ്രൊഫഷണൽസിനെ നെസസറി ആയിട്ട് തോന്നി എല്ലാ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിനും. ആരോഗ്യ സംബന്ധമായിട്ടുള്ള എന്താ പറയാ മേഖലകൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ആശുപത്രികളില് എന്താ പറയാ അവരുടെ മാനേജ്മെന്റില് പോരായ്മകൾ തോന്നി. അതുകൊണ്ട് നല്ല സ്കിൽഡ് ആയിട്ടുള്ള, അതായത് അതിനു വേണ്ടി പ്രത്യേകം പഠിച്ചവര്, ഇതിപ്പോ മാനേജ് ചെയ്യുക, ഇന്നത്തെ കാര്യങ്ങൾ നീ മാനേജ് ചെയ്യുന്നത് പഠിക്കാത്തവർക്ക് ചെയ്യാം. പക്ഷേ ഒരാൾക്ക് സ്കിൽ ആയിട്ട് എടുത്ത ഒരു ക്വാളിഫിക്കേഷനോട് കൂടി പഠിച്ചു വരുന്നത് നമുക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. കാരണം അതിന്റെ ഇച്ഛാന്റെ അവിടെ മുക്കുമൂലയൊക്കെ മനസ്സിലാക്കി പഠിച്ചിട്ടാണ് ആള് വരുന്നത്. ഓക്കെ, അപ്പൊ അവിടെ വേരിയേഷൻ ഉണ്ട്, വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഹോസ്പിറ്റൽസിൽ അങ്ങനെ ഒരു പ്രൊഫഷണൽസിന്റെ കൂട്ടം ആവശ്യമാണെന്ന് വന്നു. അങ്ങനെ ഉടലെടുത്ത ഒരു ആശയങ്ങളുടെ പുറത്ത് ഉദിച്ചു വന്ന ഒരു കോഴ്സാണ് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതുപോലെ മറ്റു കോഴ്സുകളുണ്ട്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഒരുപാട് എംപ്ലോയീസ് ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ അവരെ മാനേജ് ചെയ്യാൻ, അവരുടെ മാത്രം എംപ്ലോയീസിന്റെ കാര്യങ്ങൾ മാത്രം മാനേജ് ചെയ്യാൻ, അങ്ങനെ ഓരോ പുതിയ ഇതുപോലെയുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് ഓൾസോ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ likely to മാനേജ്, അല്ലെങ്കിൽ ഇതുപോലെ ഇത്തരം കോഴ്സുകളൊക്കെ വരുമ്പോൾ അത്തരം കോഴ്സുകളൊക്കെ എന്താ പറയാ ലേൺ ചെയ്യാൻ, പഠിക്കാനും അവിടെയൊക്കെ പോയിട്ട് അത്തരം കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനും ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്താ, ഇതൊക്കെ ഷോർട്ട് പീരീഡ് കോഴ്സുകളാണ് അല്ലെ? ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് യു ക്യാൻ ബിക്കം എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ. അതൊരു കാര്യം. പിന്നെ ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോലി ചെയ്യാമെന്നുള്ളത് രണ്ടാമത്തെ കാര്യം അല്ലെ? പണ്ടൊക്കെ നമ്മളൊക്കെ ചെറുതായിരുന്നപ്പോ അല്ലെങ്കിൽ 10th കഴിഞ്ഞു 12th കഴിഞ്ഞു അന്നൊക്കെ കഴിഞ്ഞപ്പോ പണ്ടത്തെ ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ പാരന്റ്സിനായിക്കോട്ടെ അവർക്ക് അതിനെ കുറിച്ച് യാതൊരു ധാരണകളില്ല. വാട്ട് ദ ചിൽഡ്രൻ സ്റ്റഡി നെക്സ്റ്റ്,
കുട്ടികളെ നമ്മൾ ഇനി എന്ത് പഠിപ്പിക്കുമെന്ന് അവർക്കൊന്നും അത്ര വലിയ ബോധവും ജ്ഞാനമൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഇന്നത്തെ പോലെ മീഡിയാസും അവൈലബിൾ അല്ല ടു നോ വാട്ട് എവർ ഇറ്റ് മേ ബി, എന്താണ് ഇനി അടുത്തതിലേക്ക് ഞാൻ പോകണ്ടേ, നമുക്കൊരു ചൂസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നില്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, 10ാം ക്ലാസ് പഠിച്ചു, മാർക്ക് കുറവാണെങ്കിൽ 4th ഗ്രൂപ്പ് അങ്ങനെ പറഞ്ഞിരുന്നേ പണ്ട്. അക്കൗണ്ടിങ് ഒക്കെ എടുക്കുന്ന 4th ഗ്രൂപ്പ്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് 4th ഗ്രൂപ്പ് ആയിരുന്നു. ഇപ്പൊ 3 എഴുതുവാൻ, സയൻസ് അതുപോലെ തന്നെ കൊമേഴ്സ് അതുപോലെ തന്നെ എന്താ പറയാ ഹ്യൂമാനിറ്റീസ്, അങ്ങനെ 3 ചുരുക്കി. അപ്പൊ അന്ന് അങ്ങനെയാ പറയാ. അപ്പൊ ആ ഒരു ഗ്രൂപ്പ് അപ്പൊ മാർക്ക് കുറഞ്ഞവരാ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല കേട്ടോ, മാർക്ക് കൂടുതലുള്ളവർ ഫുൾ A+ ഒക്കെ കിട്ടിയ കുട്ടികളും ഡിമാൻഡ് ചെയ്യുന്നത് എന്താ പറയാ നമ്മുടെ കൊമേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് നോക്കിയില്ല, അവർ അവസരങ്ങൾ എവിടെയാണ് സാധ്യതകൾ കൂടുതൽ, ആ സാധ്യതകളെ മനസ്സിലാക്കി എടുക്കാൻ അവർക്ക് ഇന്ന് ഒരുപാട് മീഡിയാസ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല കഴിവും വിവരവും വിവേകവുമുള്ള പാരന്റ്സും ഉണ്ട്. ഇങ്ങനെ കുറെ അഡ്വാൻറ്റേജസ് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇല്ല. അപ്പൊ അതുകൊണ്ട് ദേ ക്യാൻ ചൂസ് അല്ലെ, ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ചൂസ് ചെയ്യാം. അന്നത്തെ കാലത്ത് പറ്റില്ല. അപ്പൊ അന്നത്തെ കാലത്ത് ഇങ്ങനെ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നമുക്ക് ഹോസ്പിറ്റൽസിലൊക്കെ ജോലി ചെയ്യണമെങ്കിൽ 10ാം ക്ലാസ് കഴിയുമ്പോൾ +2 നമ്മള് സയൻസ് എടുത്ത് പഠിക്കണം. എന്നിട്ട് സയൻസ് എടുത്തു കഴിഞ്ഞിട്ട് BSc നഴ്സിംഗോ അങ്ങനെ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആകാനുള്ള എൻട്രൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടി വരും അല്ലെ. അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുക, ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഭാഗമാകാൻ സാധിക്കുക. ബട്ട് നൗ പക്ഷെ ഇപ്പോ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ +2 സയൻസ് എടുത്തവരോ അല്ലെങ്കിൽ BSc എന്താ പറയാ ഡിഗ്രിക്ക് BSc എടുത്തവരോ മാത്രമാണോ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്? ക്വസ്റ്റ്യൻ ആണോ? പറയാമോ? പറയാമോ വേഗം? അല്ല. That means there are students have joined, those who have taken commerce and also humanities അല്ലേ, അങ്ങനെയുണ്ട് ഒരുപാട് പേര് കൊമേഴ്സ് എടുത്തവര്. സോ ഇറ്റ് ഈസ് അവർ അഡ്വാൻറ്റേജ്, നമ്മളുടെ ഒരു അഡ്വാൻറ്റേജ്, ഒരു നേട്ടമാണ് എന്ത്, സയൻസ് എടുക്കാതെയും നമുക്ക് ഹോസ്പിറ്റലിൽ ജോലി കിട്ടാനുള്ള സാധ്യത നമുക്ക് തുറന്നു തരുന്ന ഒരു കോഴ്സ് കൂടിയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത് അല്ലെ. എത്ര ഭാഗ്യവാന്മാരാ നിങ്ങളൊക്കെ. നമുക്ക് അന്നാ അത്രയും ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല അല്ലെ. നമുക്ക് എന്താണ് ഈ പറയുന്ന ഒരു ടീച്ചിങ് എന്ന് പറയുന്നത് ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടെന്ന് മാത്രം. ഓക്കെ, അപ്പൊ ആ ഒരു കഴിവൊക്കെ ദൈവം സഹായിച്ച് തന്നത് ഞാൻ പറയില്ല, നിങ്ങളാണ് വിലയിരുത്തേണ്ടത്. ഓക്കെ, മാറ്റിലേക്ക്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അപ്പൊ എന്താ പറയാ, അങ്ങനെയുള്ള ഒരു അവസരം നമുക്ക് തുറന്നു കാട്ടുന്ന ഒരു കോഴ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ യു ഹാവ് ദ ഓപ്പർച്യൂണിറ്റി ടു ഗെറ്റ് ജോബ് ഇൻ മെഡിക്കൽ കോളേജസ്, ഹോസ്പിറ്റൽസ്, ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ലബോറട്ടറീസ്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഒരുപാടുണ്ട് കേട്ടോ. നമ്മുടെ അടുത്ത് കാണുന്ന ഹോസ്പിറ്റൽ മാത്രം നമ്മൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടുത്തെ പഠിച്ചിട്ട് ഞാൻ അങ്ങനെ, അത് മാത്രമല്ല സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഉണ്ട്, വലിയ ക്ലിനിക്കുകൾ ഉണ്ട്, അതുപോലെ തന്നെ ലബോറട്ടറീസ് ഉണ്ട്, മെഡിക്കൽ കോളേജസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവസരങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ്. എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും നമ്മൾ മാനേജ് ചെയ്യണം. എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും മാനേജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു പക്ഷി ആകാശത്തിൽ കൂടി പറന്ന് നടക്കുമ്പോ അതിന്റെ ഒരു വൈഡ് ഏരിയ ക്യാപ്ചർ ചെയ്യാൻ, അതിന്റെ വിഷൻ ക്യാപ്ചർ ചെയ്യാനുള്ള കഴിവുണ്ടതിന് അല്ലെ. പക്ഷെ ഒരു ദീർഘമായിട്ടുള്ള ഒരു വീക്ഷണം അതിന് കിട്ടും. അതിന്റെ വലയത്തിനുള്ളില് ഒരുപാട് അകലെയുള്ള കാര്യങ്ങളൊക്കെ അതിന് ക്യാപ്ചർ ചെയ്യാൻ പറ്റും അതിന്റെ വിഷൻ കൊണ്ട്, കാഴ്ച കൊണ്ട്. കാരണം അങ്ങനെ ഒരു വ്യൂ ആണ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ജോലി ചെയ്യുമ്പോൾ ആ മൊത്തത്തില് നമ്മളിങ്ങനെ നിറഞ്ഞു നിൽക്കണം. എവിടെ? ഹോസ്പിറ്റലിന്റെ ഓൾ ഇൻ ഓൾ ആയിട്ട്. അവിടെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവിടെ എന്തൊക്കെയാ പ്രവർത്തനങ്ങൾ നടക്കുന്നത്, അതിനെയൊക്കെ നമ്മൾ അറിയണം. നമ്മളുടെ ഒരു ചെറിയ കൺട്രോളും മാനേജ്മെന്റും ഒക്കെ എല്ലാ മേഖലകളിലും എത്തണം. ഈവൺ എംപ്ലോയീസിനെ സംബന്ധിക്കുന്ന കാര്യമായിക്കോട്ടെ, അവരുടെ റിക്രൂട്ട്മെന്റ് സംബന്ധിക്കുന്ന കാര്യം, ഓരോ ഡിപ്പാർട്ട്മെന്റിലും എന്തൊക്കെ മെഷീൻസ് ഉണ്ട്, അതെങ്ങനെ ഉപയോഗിക്കുന്നു, അതിനെന്തെങ്കിലും മെയിൻ്റനൻസ്, എവറിത്തിങ് നമ്മളിലൂടെ ഇതെല്ലാം കടന്നു പോകണം. ആ ഒരു ഇതിനാണ് ഞാൻ ഒരു ചെറിയൊരു സിമിലി, ഒരു ഉപമ പോലെ പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ നമ്മൾ ആ രീതിയിലുള്ള കണ്ണും വെച്ചിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിനെ മാനേജ് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ വേറൊരു ഉദാഹരണം കൂടി അതിന്റെ കൂടെ തന്നെ പറയാം. ഉദാഹരണമുള്ള ഉപമ തന്നെ, ഒരു ബേർഡ് ഐ വ്യൂ ആകരുത്. ബേർഡ് ഐ വ്യൂ ആണ് നമുക്ക് ഒരു ഹോസ്പിറ്റൽ മാനേജ് ചെയ്യാനാണ് വേണ്ടത്. അല്ലാതെ ഒരു വേവ് ഐ വ്യൂ അല്ല. വേവ് എന്ന് പറഞ്ഞാൽ എന്താ, മണ്ണിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു തരം ഈ മണ്ണിര എർത്ത് വേവ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഈ മണ്ണിരയ്ക്ക് എന്താ പ്രത്യേകത, അതിന്റെ ചുറ്റാവട്ടത്ത് ഒരു ചുറ്റോളം സ്ഥലത്തെ അതിന്റെ കാഴ്ചയുള്ളൂ അല്ലെ. അതിന്റെ ആ ചുറ്റുവട്ടത്ത് ഒരു ചെറിയ ഒരു ഏരിയ മാത്രമേ അതിന് കാണാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെയുള്ള കാര്യങ്ങളും അത്ര അതിന്റെ മുന്നിലുള്ളൂ. അതുകൊണ്ട് അതാണ് അതിന്റെ വലിയ ലോകം എന്ന് വിചാരിച്ച് നടക്കും. അതെന്ന് പറയുന്നത് നമുക്ക് കമ്പയർ ചെയ്യാം ഒരു ഹോസ്പിറ്റലിന്റെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ ഞാൻ ഒരു ഹോസ്പിറ്റലിന്റെ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്,
അതിന്റെ ഒരു ഹെഡ് ആവും വിചാരിക്കുക ചോദ്യം. അപ്പൊ എനിക്ക് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രം മാനേജ് ചെയ്താൽ മതി അല്ലേ? കാരണം എന്താ, ആ ഒരു ഏരിയ മാത്രം എന്ന് വെച്ചാൽ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വാട്ടർ ഈസ് ഗോയിങ് ഓൺ, എന്തൊക്കെ മെഷീൻസ് ഉണ്ട്, അതൊക്കെ എങ്ങനെയാണ്, അവിടുത്തെ എന്റെ ഒപ്പമുള്ള സ്റ്റാഫുകൾ ആരൊക്കെയാണ്, ഡോക്ടേഴ്സ് മറ്റുള്ളവർ ആരൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ മാത്രം മാനേജ് ചെയ്യുക. അതുകൊണ്ട് അതിനെ വർക്ക് ഐ വ്യൂ എന്ന് പറയാം, അതിന്റെ ചുറ്റുവട്ടത്ത് മാത്രം. പക്ഷേ ആ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലെയും HOD-യേക്കാൾ കുറച്ചുകൂടി ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കൂടുതലുള്ള ആളുകളാണ് ആര്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന പദവി. പ്രൊഫഷണലി ആ ഒരു കോഴ്സ് പഠിച്ച് വളരെ സ്കിൽഡ് ആയിട്ടുള്ള, കേപ്പബിൾ ആയിട്ടുള്ള, നമ്മൾ നന്നായിട്ട് അതിൽ ഈ പറഞ്ഞ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഏതൊക്കെയാണ്, ഓരോ ഡിപ്പാർട്ട്മെന്റും ഫോർ വാട്ട്, എന്തിനാണ് ആ ഡിപ്പാർട്ട്മെന്റ്, അവിടെ എന്ത് കാര്യങ്ങൾ നടക്കുന്നു എന്നൊക്കെ നമ്മൾ പഠിക്കും ഈ കോഴ്സിലൂടെ. അതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ നല്ല പ്രൊഫഷണൽസ് ആയിട്ട് തീരുന്നു. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ചെറുതല്ല, ചിമ്മിണി വലുതാണ് എന്നുള്ള കാര്യം ആദ്യം തന്നെ നിങ്ങൾ ഓർത്തിരിക്കുക. ആൻഡ് യു നോ ദാറ്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി ക്വാളിഫിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് ചോദിച്ചപ്പോ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെ, 12th ആണ്, 12ാം ക്ലാസ് ജയിച്ചിരിക്കും. അപ്പൊ 12ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു എന്താ പറയുക കോഴ്സ് ചെയ്യാം അല്ലെ. ഒരു 6 months കോഴ്സ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാക്കും. കാരണം PROസിനെ നിങ്ങൾ കളക്ട് ചെയ്യുമ്പോൾ അവര് നിങ്ങൾക്ക് ഒരുപാട് എന്തായാലും പൈസ, നമ്മൾ എന്തും ഒരു കുഞ്ഞു പൈസയാണെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഇൻവെസ്റ്റ് ചെയ്ത തുക അത് റൈറ്റ് ഓർ റോങ് അല്ലെ, അതറിയാനുള്ള റൈറ്റ്സ് നമുക്കുണ്ട്, അവകാശം നമുക്കുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? അവരോട് ചോദിക്കുന്നത് എങ്ങനെയൊക്കെയാണ്, എത്ര മാസത്തെ കോഴ്സാണ്, എന്താണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ, എല്ലാം നമ്മൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കും. അവർ പറഞ്ഞതുപോലെ തന്നെയാണ് 6 months കോഴ്സ് ആണ്, +2 ആണ് ഇതിന്റെ യോഗ്യത. ആൻഡ് ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ടു എന്താ പറയാ റെസ്പോണ്ട് ടു ദ ഡിമാൻഡ് ഫോർ ഹെൽത്ത് കെയർ. ഈ പറയുന്ന നമ്മുടെ ആരോഗ്യ മേഖലകളിൽ ഉണ്ടാകുന്ന ഒരുപാട് ഡിമാൻഡുകളെയൊക്കെ നമുക്ക് എന്താ പറയാ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്കിൽഡ് പ്രൊഫഷണലാക്കി മാറ്റുക, പ്രൊഫഷണൽസ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സിന്റെ ഉദ്ദേശം. ആൻഡ് ആഫ്റ്റർ ഓൾ, ഇനി അതുകൂടാതെ ഈ കോഴ്സിന്റെ ഉദ്ദേശം അതാണ്. ആൻഡ് ആഫ്റ്റർ ഓൾ നമുക്കറിയാം ഈ ഒരു കോഴ്സ് പഠിക്കുന്നതോടൊപ്പം യു ക്യാൻ ആഡ് ഓൺ ആൻ അഡീഷണൽ എഡ്യൂക്കേഷൻ ടു യുവർ ക്വാളിഫിക്കേഷൻ. ഇനി ഈ കോഴ്സ് പഠിക്കുന്നതുകൊണ്ട് നമുക്കൊരു മറ്റൊരു ഗുണം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിരിക്കുന്ന എന്ത് ക്വാളിഫിക്കേഷൻ ആണെങ്കിലും അല്ലെ, അതിനോടൊപ്പം ഒരു ക്വാളിഫിക്കേഷൻ കൂടി കൂട്ടുക എന്നുള്ളത്, ആഡ് ഓൺ ചെയ്യുക, അങ്ങനെ ഒരു ഉദ്ദേശമുണ്ട് അല്ലെ. മനുഷ്യന്മാര് എന്താണ് എല്ലാവരും എന്താ പറയാ ഇപ്പൊ തന്നെ ജോലി കിട്ടണം എന്ന് വിചാരിച്ച് മാത്രമല്ല ഇന്നത്തെ കാലത്ത് പഠിക്കുക അല്ലെ. കാരണം ഒരുപാട് ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല പല കോഴ്സുകൾ പഠിച്ച് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഇപ്പോഴും നമുക്ക് ചുറ്റും പുറത്തൊക്കെ അൺഎംപ്ലോയിഡ് ആയിട്ട് നടക്കുന്നുണ്ട്. കാരണം അവരുടെ പഠിച്ച ആ കോഴ്സിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു ജോലി കിട്ടണം, അത് അന്വേഷിച്ച് നടക്കുന്നവര്. ഇഷ്ടംപോലെ കോഴ്സുകൾ പഠിച്ച് ഓരോ കാര്യങ്ങൾ പഠിച്ചവരൊക്കെ നടക്കുന്നുണ്ട് ഇഷ്ടംപോലെ അൺഎംപ്ലോയിഡ് ആയിട്ട് ഇല്ലേ, ഉണ്ട്. കാരണം നമ്മൾ പഠിക്കുക എന്നുള്ളത് നമ്മൾക്ക് എപ്പോഴും ഒരു സുവർണ കാലഘട്ടമാണ്. എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുക. ആൻഡ് ഓൾസോ ഇറ്റ് ഇൻക്രീസസ് അവർ നോളജ്. കാരണം ഓരോ കോഴ്സ് പഠിക്കുമ്പോഴും അപ്പൊ 2-3 ഉദ്ദേശങ്ങൾ ഉണ്ടെന്ന് എന്ത് കാര്യം പഠിക്കുമ്പോഴും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തൊക്കെ കാര്യം? ഒന്ന്, നമ്മളുടെ അറിവ് കഴിവ് വർദ്ധിപ്പിക്കുക. സമൂഹത്തിൽ നമുക്ക്, സൊസൈറ്റിയിൽ നമുക്കൊരു എക്സിസ്റ്റൻസ് ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കുക അല്ലെ. ഞാൻ പഠിച്ച ആളാണ്, ഓക്കെ, അത് നമുക്ക് കാണിക്കാം. ആൻഡ് ഓൾസോ ഒരു എന്താ പറയാ നമ്മളുടെ ക്വാളിഫിക്കേഷനോടൊപ്പം ഒരു കോഴ്സ് കൂടി നമ്മൾ പഠിക്കുമ്പോൾ ഇറ്റ്സ് ആഡഡ് ടു അവർ ക്വാളിഫിക്കേഷൻ, നമ്മുടെ ക്വാളിഫിക്കേഷനോടൊപ്പം ആഡ് ചെയ്യും. ആൻഡ് ആഫ്റ്റർ ഓൾ ഇതിനെല്ലാം പുറമെ വി ആർ ലുക്കിംഗ് ഓർ വി ആർ എക്സ്പെക്ടിങ് സം ജോബ്. ഇതിന് പുറമെ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ജോലികളും പ്രതീക്ഷിച്ചേക്കണം. ഒരുപാട് ഉദ്ദേശ ലക്ഷ്യങ്ങള് വെനെവർ വി ആർ ലേണിംഗ് എ കോഴ്സ് ഉണ്ട് ഇല്ലേ, എല്ലാവർക്കും അങ്ങനെ തന്നെ അല്ലേ. അപ്പൊ ഇന്ന് ഇപ്പൊ നമ്മൾ ഈ കോഴ്സ് പഠിച്ചു ഇതൊക്കെ ജോലി കിട്ടാമെന്നാവോ എന്ന് മാത്രം വിചാരിക്കാതെ ജോലി കിട്ടുമെന്നും ഇതെനിക്ക് പഠിച്ചെടുക്കണമെന്നും ഉറച്ച ഒരു എന്താ പറയാ ഒരു ബോധ്യം നമുക്ക് മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. നമുക്ക് മറ്റുള്ളവർക്ക് എന്താ പറയാ മറ്റുള്ളവര് ഇങ്ങനെ നമ്മളിൽ നിന്നും ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ നമ്മളിൽ നിന്നും നശിപ്പിച്ചു കളയാനോ പറ്റാത്ത ഒരേ ഒരു വലിയ അസറ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് നേടിയെടുത്ത വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ അല്ലെ. അത് തന്നെയാണ് അല്ലെ. ആർക്ക് നശിപ്പിച്ചു കളയാൻ പറ്റുമോ? നമ്മൾ സ്വയം വിചാരിക്കുന്നത് അല്ലെ. അപ്പൊ മറ്റുള്ളവർക്ക് കവർന്നെടുത്തോണ്ട് പോകാനോ നമ്മളിൽ നിന്ന് പിടിച്ചു പറിച്ച് വാങ്ങിക്കാനോ അല്ലെങ്കിൽ നമ്മളിൽ നിന്നും അത് ഇല്ലാതാക്കാനോ മറ്റുള്ളവർ ശ്രമിച്ചാൽ ഉപയോഗം നടക്കില്ല. സോ നമ്മൾ നേടുന്ന വിദ്യാഭ്യാസം അതൊന്ന് തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് കിട്ടുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ശിരസ വഹിച്ച് നമ്മൾ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ആൻഡ് നമ്മളുടെ ആ ഒരു നേട്ടം, ആ പഠിച്ചെടുക്കുന്ന നേട്ടവും പ്ലസ് വില്ലിംഗ്നെസ് ടു ഡു എ ജോബ്
ആൻഡ് എത്രത്തോളം അത് വെച്ച് ബന്ധപ്പെട്ട് നമ്മൾ ജോലി ചെയ്യാനും നമ്മൾ എത്രത്തോളം ആങ്ഷ്യസ് ആണ്, അതിനുള്ള എബിലിറ്റി എന്തോരുണ്ട്, ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സ്ഥലം ഉണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കാം. ഷുവർ 100% നമ്മൾ കണ്ടെത്താൻ നമുക്ക് പറ്റാത്തതായിട്ട് ഒന്നുമില്ല. നമുക്ക് അത് നേടിയെടുക്കാൻ പറ്റുമെന്ന് തന്നെ വിചാരിച്ച് നെഗറ്റീവ് ഒക്കെ പറയാനും നെഗറ്റീവിനെ സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് ആൾക്കാരുണ്ട്. അത് ശരിയാണ്. വെറുതെ എന്തിനാണ് ഈ സമയം കളയുന്നത്? ഇതൊക്കെ പഠിച്ചിട്ട് ഇനിയിപ്പോ ഈ കാലത്താ ചില ആളുകൾ ഗ്യാപ്പ് ഉള്ളവരുണ്ടായിരിക്കാം, അല്ലെ? കുറച്ച് കാലമൊക്കെ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞു, കുട്ടികളുടെ കാര്യമാണേ കഴിഞ്ഞു, കൊച്ചൊക്കെ ആവുന്ന സമയത്തൊക്കെ ഇനി പഠിക്കാതൊക്കെ ഉപേക്ഷിച്ച് ഇനിയിപ്പോ എന്നെ കൊണ്ട് ഇതൊക്കെ ഓർത്തെടുത്ത് പഠിച്ചെടുക്കാൻ പറ്റുമോ? ഒന്നും വേണ്ട, എല്ലാം പറ്റും എന്ന് പോസിറ്റീവ് ഓപ്റ്റിമിസ്റ്റിക് ആകുന്നതിന് ആരെയും കാശ് കൊടുക്കണ്ടല്ലോ. ബി ഓപ്റ്റിമിസ്റ്റിക് എന്ന് വെച്ചാൽ എന്താ? ശുഭാപ്തി വിശ്വാസമുള്ളവരാണ്, അല്ലെ? എനിക്കിത് പറ്റും, ഞാനിത് ആര് തടഞ്ഞാലും ഞാൻ എന്ത് ചെയ്യും, ഇത് കണ്ടിന്യൂ ചെയ്യും. ചിലപ്പോൾ ചില ക്ലാസ് ഒക്കെ ചിലപ്പോൾ ലൈവ് ക്ലാസ് ആണല്ലോ, അല്ലെ? 1 hour ക്ലാസ് ആണ്. അല്ല 1 hour അല്ല, എല്ലാ ദിവസവും 2 hours ഉണ്ട്. ഓരോ ടീച്ചേഴ്സിന്റെ 1 hour വീതം 2 hour ക്ലാസ് ഉണ്ടായിരിക്കും. ഈ ക്ലാസ് ഞാൻ പരമാവധി കാണും, അതിന് സമയം കണ്ടെത്തും. അല്ലെങ്കിൽ അതിന്റെ റെക്കോർഡഡ് ക്ലാസ് നെക്സ്റ്റ് ഡേ നമുക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ വരും, ഞാനത് വാച്ച് ചെയ്യും. ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് അവർ പറയുന്നത് ഗ്രഹിച്ചെടുത്ത് അവർ തരുന്ന മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് ഇതൊക്കെ ഞാൻ ചെയ്യും. എന്ത് തടസ്സം ഉണ്ടായാലും ഞാനത് ചെയ്തിരിക്കും എന്ന് തന്നെ മനസ്സിലാലോചിക്കും. അങ്ങനെ ആലോചിച്ച് യു ക്യാൻ ക്യാരി ഓൺ. അപ്പൊ നമുക്ക് ഇത് നേടിയെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് നിങ്ങൾ മാറും. ആൻഡ് ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഹാസ് ടു മാനേജ് ദ ഹ്യൂമൻ റിസോഴ്സസ് ഓഫ് എ ഹോസ്പിറ്റൽ, their laws and orders, their financial aspects, everything. ഒരു ഹോസ്പിറ്റലിന്റെ ഹ്യൂമൻ റിസോഴ്സുകളെ, അവിടുത്തെ എന്താ പറയാ എംപ്ലോയീസിനെ, അവിടുത്തെ ലോ ആൻഡ് ഓർഡേഴ്സ്, അവിടുത്തെ നിയമങ്ങള്, മറ്റു കാര്യങ്ങള്, അതുപോലെ തന്നെ അവിടുത്തെ ഫിനാൻഷ്യൽ ആസ്പെക്ട്, പണസംബന്ധമായിട്ടുള്ള കാര്യങ്ങള്, എല്ലാത്തിലും നമ്മുടെ ഒരു കണ്ണും കയ്യും ഒക്കെ വേണമെന്ന് മനസ്സിലാക്കി. ചില്ലറക്കാരല്ല നമ്മളിത് പഠിച്ചെടുത്തിട്ട് ആവാൻ പോണേ. അതുകൊണ്ട് ഐ തിങ്ക് ഇറ്റ് ഈസ് നെസസറി ടു ഹാവ് എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണൽസ് ടു കൺട്രോൾ, മാനേജ് ആൻഡ് ഓൾസോ കോർഡിനേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഹ്യൂമൻ resources, law and orders, and also the financial aspects of hospital. അപ്പോൾ ഒരു ഹോസ്പിറ്റലിന്റെ ഈ പറയുന്ന നിയമങ്ങളും സാമ്പത്തിക ഇടപാടുകളും അവിടുത്തെ എംപ്ലോയീസിനെ മാനേജ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഈച്ച് ആൻഡ് എവറി ആക്ടിവിറ്റീസിനെയൊക്കെ മാനേജ് ചെയ്യാൻ ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണൽസിന്റെ ആവശ്യകത, അതൊന്നാണ് എന്ത് ചെയ്തത് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈ കോഴ്സിലേക്ക് ആളുകളെ, അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ആളുകളെ നയിച്ചത്. അല്ലെങ്കിൽ ആ ഒരു ഇൻട്രൊഡക്ഷൻ, ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ്. ഇതൊക്കെ മാനേജ് ചെയ്യാൻ ആൾക്കാർ മര്യാദക്കില്ല. ആരെങ്കിലും പിടിച്ച് എന്താ നീ അതൊക്കെ നോക്കിക്കോട്ടോ എന്ന് പറയുന്നതിനേക്കാൾ ഇതിനെ കുറിച്ചൊക്കെല്ലാം മനസ്സിലാക്കി പഠിച്ച് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളിൽ അത്തരം ഒരു കാര്യം ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിലോ സമാധാനമായിട്ട് തോന്നിച്ചിരിക്കാം, അല്ലെ? ഇതിപ്പോ അവരോട് പറഞ്ഞിട്ടുണ്ട്, അവരെങ്ങനെ ചെയ്യുന്നാവോ, അവരതിനെ കുറിച്ച് ഒരു എന്താ പറയാ പഠിച്ചോ അല്ലെങ്കിൽ അങ്ങനത്തെ ക്വാളിഫിക്കേഷൻ ഒന്നും ഉള്ള ആൾക്കാരല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെപ്പോഴും ടെൻഷനാണ്, അവരെന്ത് ചെയ്യും എന്ത് ചെയ്യും. അതേസമയം ഇങ്ങനെയുള്ള ഒരു പ്രൊഫഷണൽസ്, സ്കിൽഡ് ആയിട്ടുള്ള കേപ്പബിൾ ആയിട്ടുള്ള ആളുകളെ നമ്മൾ കണ്ണു വെച്ച് കൂട്ടി നമുക്ക് അവർ ക്വാളിഫൈഡ് ആണ്. they know what to do in the hospitals because they know the different departments of the hospital. അപ്പൊ ഇതൊക്കെ അവർക്ക് അറിയാം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അവരുടെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സിലേക്ക് വഴി തെളിച്ചത് എന്ന് പറയാം. പിന്നെ ക്വാളിഫിക്കേഷൻ ഒക്കെ നമ്മൾ പറഞ്ഞു, +2 ലെവലാണെന്ന് പറഞ്ഞു. And I wish you all the best for joining the course, and also you may have complete the course with due respect and also due consideration, positive thinking, and I wish you all the best for a better success in your life with this course. ഈ ഒരു കോഴ്സോടൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ലൊരു സക്സസ്, വിജയം ഉണ്ടാകട്ടെ, നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് മറ്റ് ഏതെങ്കിലും ഹോസ്പിറ്റൽസിലോ മറ്റെവിടെയെങ്കിലും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ജോലി കിട്ടി ആ ഒരു മാക്സിമം അവസരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനും പറ്റട്ടെ. അതിന് നിങ്ങളുടെ വിജയത്തിലേക്കും നിങ്ങൾക്ക് നല്ലൊരു കരിയർ ഉണ്ടാകാനും ഒക്കെ ഞാൻ എന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടാണ്, സ്വന്തം ബോട്ടം ഓഫ് മൈ ഹാർട്ടാണ്, വെറുതെ വിടുവായി ഒന്നും പറയുന്നൊന്നുമില്ല. ഇതൊക്കെ സാധിക്കും എന്നുള്ളതിന് ഡിഫറെന്റ് എക്സാമ്പിൾസ് ഓൾറെഡി ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. ബിക്കോസ് ഈ കോഴ്സ് ഞാൻ പറഞ്ഞല്ലോ തുടക്കം 23rd batch ആണ്. ഓൾറെഡി നമ്മൾ 15th batch വരെയുള്ള സർട്ടിഫിക്കേഷൻ സെറിമണിയും കഴിഞ്ഞ ലാസ്റ്റ് സാറ്റർഡേയില് 15th ബാച്ചിന്റെ ഒരു കോൺവൊക്കേഷൻ ഓൾറെഡി കഴിഞ്ഞു. 15th batch വരെ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, സർട്ടിഫിക്കേഷൻ സെറിമണി ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പൊ അവരിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ്, അവർ വരുമ്പോ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ,
അതുപോലെ അവര് നമുക്ക് തരുന്ന ഡ്യൂ റെസ്പെക്റ്റും അവര് നമ്മളുടെ ക്ലാസ്സുകൾ കേട്ടിട്ടുള്ളതിന്റെ അവരുടെ ആ ഒരു സന്തോഷവും നമ്മളെ അറിയിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്കറിയാം. അപ്പൊ നമുക്ക് മനസ്സിലായി. അപ്പൊ ഓക്കെ, നമ്മള് അത്രയധികം എന്താ പറയാ നന്നായിട്ട് എഫേർട്ട് എടുത്ത് കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ ഒരു റെസ്പോൺസിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കുക, അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും അതുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾക്കും ഞാൻ അത് ഉറപ്പ് തരുന്നു. അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള എല്ലാ അവസരങ്ങളും കിട്ടട്ടെ എന്നും ഞാനിപ്പോ ആശംസിക്കുകയാണ്. ഓക്കെ, ആൻഡ് ഓൾസോ യു ക്യാൻ ബിക്കം ദ a part of hospitals or healthcare institutions. അപ്പൊ ഈ പറഞ്ഞ പോലെ കൊമേഴ്സ് പഠിച്ചവർക്കും ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്കും എല്ലാവർക്കും സയൻസ് പഠിച്ചവരെ പോലെ ഹോസ്പിറ്റൽസിൽ ജോലി കിട്ടാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അവസരമുണ്ട് എന്നുള്ള കാര്യം മറക്കണ്ട. ആൻഡ് നമുക്ക് എവിടേക്കാണ് ഇതിന്റെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ്? ഹോസ്പിറ്റൽസിൽ മാത്രമുള്ളോ? മേ ഹാവ് ഡൗട്ട്, അല്ലെ? ഉണ്ടാവും. നമുക്ക് എന്തായാലും ആ ഡൗട്ട് എന്ന് പറയുന്നത് നമുക്ക് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇനി ഇൻസൈഡ് ദ കൺട്രി ആൻഡ് ഓൾസോ അബ്രോഡ്. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് കുറെ പേരൊക്കെ അബ്രോഡിലേക്കുള്ള ഇതിനു വേണ്ടിയിട്ടാണ് പഠിച്ചേക്കുന്നത് ഈ ഒരു കോഴ്സ്. ഈവൻ ഞാൻ വെറുതെ പറയുന്നതല്ല, നമ്മുടെ പ്രീവിയസ് ബാച്ചസിലൊക്കെ ഈവൻ നേഴ്സസ്, ദാറ്റ് മീൻസ് സ്റ്റിൽ വർക്കിംഗ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നവര്, മീൻസ് എന്താ പറയാ പ്രീസ്, ദാറ്റ് ഈസ് ഫാദേഴ്സ്, ഇത് നമ്മളുടെ ഏതെങ്കിലുമൊക്കെ പാരിഷ് ഇടവകയിലൊക്കെ ജോലി എന്താ പറയാ അച്ഛന്മാരായിട്ടിരിക്കുന്ന വൈദികര്, പിന്നെ ആരാ, പിന്നെ ഈവൻ ഡോക്ടേഴ്സ്, ഐ തിങ്ക് ഡോക്ടേഴ്സ് ഒക്കെ നമ്മുടെ ഈ ഒരു കോഴ്സ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോ ഇവർക്ക് ഈ ഒരു കോഴ്സ് ഇനി എന്തിനാ പഠിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നാം. ഇതിന്റെ ഒരു തോന്നലല്ല. മീൻസ് ഈ ഹോസ്പിറ്റൽസിൽ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഇവിടെയൊക്കെ ഒരുപാടുണ്ട്. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യാൻ. അപ്പൊ ഈ പറയുന്ന പ്രൊഫഷണൽ കോഴ്സുകളുടെ ഡ്യൂറേഷൻ വളരെ കുറവാണ്. ആൻഡ് ഓൾസോ ആ ഡ്യൂറേഷൻ കുറവാണെങ്കിൽ ഒരു കോഴ്സ് നമ്മുടെ കയ്യിലങ്ങനെ ഇരിക്കും, അല്ലെ? അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഏത് മേഖലയിലേക്ക് വേണമെങ്കിലും ഹോസ്പിറ്റൽസിൽ തന്നെ തിരിയാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഉദ്ദേശത്തിലാണ് ഒരുപാട് പേര് ഇങ്ങനെയൊക്കെയുള്ള കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് ഇൻസൈഡ് ഉണ്ട്, ഇൻസൈഡ് ദ കൺട്രി, ഔട്ട്സൈഡ് ദ കൺട്രി ഒക്കെ ഉണ്ട്. ആൻഡ് ഓൾസോ പറഞ്ഞ പോലെ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്സിൽ, പബ്ലിക് ഹെൽത്ത് ഏജൻസീസ്, government health services, health insurance companies, educational institutions, medical health facilities, international healthcare organizations, rehabilitation centers, and also private nursing homes. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മളുടെ സർട്ടിഫിക്കറ്റുമായിട്ട് നമുക്ക് ജോലിക്ക് വേണ്ടിയിട്ട് നമുക്ക് അന്വേഷിക്കാം കേട്ടോ. അപ്പൊ അടുത്തുള്ള ഹോസ്പിറ്റലിൽ മാത്രമല്ല നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. ഇതുപോലുള്ള കാര്യങ്ങളും ഈ പറയുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററുടെ ആയിട്ടുള്ള ഒരു ആവശ്യകത, നെസസിറ്റി ആവശ്യമുള്ള മേഖലകളാണ്. അതുകൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അന്വേഷിച്ച് നമ്മുടെ ജോലിക്ക് വേണ്ടിയിട്ട് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഒരു സ്ഥലത്ത് പോയി, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജോലിക്ക് വേണ്ടി പോയി, അവര് പറഞ്ഞു അയ്യോ ഇതൊക്കെ ഇവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു വിചാരിച്ചിട്ട് നമ്മള് എന്താ പറയാ ഹോപ്പ്ലെസ് ആകുകയാണോ വേണ്ടത്? ഒരു വാതിലിൽ മുട്ടി അതടഞ്ഞാൽ ഇനി ഒരു വാതിൽ നമുക്ക് വേണ്ടി തുറക്കില്ല എന്നാണോ? തീർച്ചയായിട്ടും അല്ല. ഓക്കെ, നമുക്ക് വേണ്ടി എപ്പോഴെങ്കിലും ഒരു വാതില് എന്ത് ചെയ്യും, തുറക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, അതിനുവേണ്ടി നമ്മള് മുട്ടിക്കൊണ്ടിരിക്കണം, അല്ലെ? അയ്യോ അവിടെ അടച്ചു, ഇനി നമുക്ക് എങ്ങനെയായി, അപ്പൊ എനിക്ക് കിട്ടില്ല, ബാക്കി എല്ലാവർക്കും കിട്ടി, എനിക്ക് മാത്രം കിട്ടില്ല, എന്നെ ഞാനിപ്പോ ആ ഒരാളാണ്. അങ്ങനെയല്ല. ഒരു സ്ഥലത്ത് നിന്ന് നമ്മള് എന്താ പറയാ നെഗ്ലക്ട് ചെയ്യപ്പെട്ട് അല്ലെങ്കിൽ നമ്മളെ അവോയ്ഡ് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും എവിടെയെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് ഒരു വാതിൽ തുറന്നിട്ടുണ്ടായിരിക്കും. സോ യു ഹാവ് ടു നോക്ക് ഇറ്റ്. അപ്പൊ നമ്മളാണത് തട്ടി കുത്തി വിളിച്ച് നമ്മളത് നേടിയെടുക്കുന്നത്. നമുക്ക് എത്രത്തോളം നമ്മൾ ആഗ്രഹിക്കുന്നു, എത്രത്തോളം ആഗ്രഹിച്ച് നമ്മൾ അതിനു വേണ്ടി എഫേർട്ട് എടുക്കുന്നു, അതനുസരിച്ചിരിക്കും കിട്ടും നമ്മളുടെ റിസൾട്ട്. ഓക്കെ, അതുകൂടി ഒന്ന് ആലോചിച്ചിരിക്കാം. ഓക്കെ, ആൻഡ് ഇതിന്റെ ഒരു സാലറി ആണ് ചോദിക്കുകയാണെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലൊക്കെ ഓഫർ ചെയ്യുന്നത് ഒരു 10,000 to 20,000 റേഞ്ചിലാണ്. 10,000-നും 20,000-നും ഇടയിലുള്ള ഒരു റേഞ്ച് ഓഫ് സാലറി ആയിരിക്കും അവർ ഓഫർ ചെയ്യുന്നത്. ആൻഡ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലാണെങ്കിൽ ഒരു 30,000 to 40,000 ബിറ്റ്വീനിലാണ്. ചിലര് 30,000 ആയിരിക്കും, ചിലര് 31, 32, അങ്ങനെ ആ റേഞ്ച് 40,000 വരെ ഉണ്ട്. ആ ഒരു റേഞ്ചിലായിരിക്കാം. അപ്പൊ ആ റേഞ്ച്, ആ സാലറിയുടെ ഒരു ഏകദേശ കണക്കാണ് നമ്മള് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് പറഞ്ഞത്, അല്ലാണ്ട് കറക്റ്റ് എമൗണ്ട് പറഞ്ഞത് അല്ല കേട്ടോ. അപ്രോക്സിമേറ്റ് എമൗണ്ട് ആണ് സൂചിപ്പിച്ചത്. അത് നിങ്ങൾ സെർച്ച് ചെയ്തൊക്കെ നോക്കിയാലും മനസ്സിലാകും ഏകദേശം ആ ഒരു സാലറി പാക്കേജ് ആണ്. ഇനി പുറത്തൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി സാലറീഡ് ആണ്. കാരണം ഈ നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ ഇപ്പൊ ഒരു ടെൻഡൻസി ഇതാണ് കുട്ടികളുടെയൊക്കെ, അതായത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ആഫ്റ്റർ +2 or ഡിഗ്രി
പ്ലസ് ടു ഡിഗ്രിയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ പഠിച്ചിട്ട് എല്ലാവരും പുറത്തേക്കാണ് കൂടുതലും പോകുന്നത്. യങ്സ്റ്റേഴ്സ് ഒക്കെ കൂടുതലും നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ അസറ്റുകളായിട്ടുള്ള അല്ലെ വലിയ സ്വത്തുക്കളാണ് ഒരു നാടിന്റെ യങ്സ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ആ യങ്സ്റ്റേഴ്സ് മുഴുവൻ ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ പഠിച്ചിട്ട് പുറത്തേക്കാണ് പോകുന്നത് അല്ലെ. നാട്ടിലൊക്കെ യുവജനങ്ങളുടെ ഒരു കുറവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലൊക്കെ. കാരണം എന്താ, പുറത്തു പോയി കഴിഞ്ഞാൽ വർക്ക് ലെസ് മോർ മണി അല്ലെ. കേരളത്തിലാണെങ്കിലോ വർക്ക് മോർ ലെസ് മണി, ലെസ് സാലറി അല്ലെ. കേരളത്തിലെ നഴ്സുമാരൊക്കെ ഉണ്ടെങ്കിൽ അറിയാം അല്ലെ. നഴ്സസിനൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് 12-14 മണിക്കൂറൊക്കെ ഇതുങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും. എന്നിട്ടോ കൊടുക്കുന്ന സാലറി വളരെ തുച്ഛവുമാണ്. അതേസമയം പുറത്തൊക്കെ ആണെങ്കിൽ ആ ടൈമിംഗ് ആണ് കറക്റ്റ് ടൈം. ഇനി ഓവർ ടൈം ഒക്കെ എടുക്കുമ്പോൾ അതിന് സ്പെഷ്യൽ പാക്കേജ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെയാണ് കാരണം. കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെങ്കിലും നമുക്കും ഇതുപോലെയുള്ള അവസരങ്ങൾ ഹോസ്പിറ്റൽസിലോ മറ്റ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിലോ നിങ്ങൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒട്ടും പേടിക്കേണ്ട. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന നിങ്ങളുടെ ചോയ്സ് ഒട്ടും മോശമല്ല, നല്ലൊരു കോഴ്സാണ് ഇപ്പൊ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഒക്കെ വളരെ നല്ല രീതിയിലൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരും. നമ്മള് ഇങ്ങനെ നോട്ട് കൊടുക്കാന്ന് വെച്ചാൽ നമ്മളുടെ എന്താ പറയാ ഒരു ടെക്സ്റ്റ് ബുക്ക് അതൊക്കെ അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ അതിനെ കുറിച്ചുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും. ടീച്ചേഴ്സ് ഓരോ ദിവസവും വന്നിട്ട് ഡെയിലി 2 ടീച്ചേഴ്സ് ഇതായിരിക്കും ക്ലാസ് എടുക്കുക. 1 അവർ ഒരു ടീച്ചർ, നെക്സ്റ്റ് 1 അവർ അടുത്ത ടീച്ചർ വരും. ടൈം ടേബിൾ അനുസരിച്ച് ടൈം ടേബിൾ നിങ്ങൾക്ക് തരും. അപ്പൊ ടൈം ടേബിൾ അനുസരിച്ച് ടീച്ചേഴ്സ് അവരുടെ ക്ലാസ്സുകൾ വന്ന് എടുക്കും. ആൻഡ് അവർക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന പോർഷൻസ് ആയിരിക്കും അവർ വന്നിട്ട് എടുക്കുക. അല്ലാണ്ട് ഇപ്പൊ ഒരു ടീച്ചർ വന്ന് ക്ലാസ് എടുത്തു, അടുത്ത ടീച്ചർ വരുമ്പോ ഇപ്പോഴത്തെ ടീച്ചറുടെ ബാക്കി അല്ലാണ്ട് എടുക്കുക. അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. ചില ആളുകൾക്ക് അങ്ങനെയുള്ള ഡൗട്ട്സ് ഒക്കെ ഉണ്ടാകും. അപ്പൊ നമുക്ക് ഒരു കാര്യം പറയാനുള്ളത്, അടുത്തത് നമ്മൾ പഠിക്കുന്ന ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് 4 മൊഡ്യൂൾസ് ആയിട്ടാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. 4 മൊഡ്യൂളാണ്. 1, 2, 3, 4 എന്ന് പറയുന്നത് 4 മൊഡ്യൂൾ. ഒന്നാമത്തെ മൊഡ്യൂളില് 13 ചാപ്റ്റേഴ്സ് ആണ്. സെക്കൻഡ് മൊഡ്യൂളില് 15 ചാപ്റ്റേഴ്സ് ആണ്. തേർഡ് മൊഡ്യൂളില് അഗൈൻ 30 ആൻഡ് ലാസ്റ്റ് മൊഡ്യൂളില് 11 ചാപ്റ്റേഴ്സ്. അങ്ങനെ മൊത്തം ഒരു 52 ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡഡ് ഇൻ 4 മൊഡ്യൂൾസ്. 4 മൊഡ്യൂൾസിലായിട്ട് തരംതിരിച്ച് വെച്ചിരിക്കുന്ന ഒരു ബുക്കാണ് നിങ്ങൾക്കുള്ളത്. നമ്മുടെ ക്ലാസ്സുകൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യും ആ ഒരു നോട്ട്. ടീച്ചേഴ്സ് അതനുസരിച്ച് ക്ലാസ്സുകൾ എടുക്കും. ഒന്നാമത്തെ ചാപ്റ്റർ ടീച്ചർ എടുക്കുന്നു, ഒരു ടീച്ചർ വന്നെടുക്കും. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ടീച്ചർ കൊടുത്തിരിക്കുന്ന നെക്സ്റ്റ് ചാപ്റ്റർ രണ്ടാമത്തെ ആവണമെന്ന് നിർബന്ധമില്ല. മനസ്സിലായോ? ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. ഒന്നാമത്തെ മൊഡ്യൂളിൽ ഞാൻ പറഞ്ഞു 13 ചാപ്റ്റർ ഉണ്ടെന്ന്. 13 ചാപ്റ്ററിൽ ഒന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞിട്ട് ആ ടീച്ചർ എടുക്കുന്നത് പിന്നെ അടുത്തത് രണ്ടാമത്തെ ആകണം എന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ടീച്ചർക്ക് ടീമിൽ അടുത്ത 5ാമത്തെ ചാപ്റ്റർ ആയിരിക്കും, ടീച്ചർ ആ ചാപ്റ്റർ ആയിരിക്കും. അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾക്ക് മാത്രം നോക്കാൻ മതി. എല്ലാ മൊഡ്യൂളിലെയും എല്ലാ ചാപ്റ്റേഴ്സും എടുത്തിട്ടുണ്ട് എന്ന് ഒന്ന് എൻഷുർ ചെയ്ത് ഉറപ്പുവരുത്തും. ഏതെങ്കിലും ഒന്നാമത്തെ മൊഡ്യൂളിലെ ചാപ്റ്റേഴ്സ് എടുത്തു, അപ്പൊ എല്ലാം എടുത്തു. ടീച്ചർമാര് അടുത്ത മൊഡ്യൂളിലേക്ക് ഒബ്വിയസ്ലി കയറും, സെക്കൻഡ് മൊഡ്യൂളിലേക്ക്. അപ്പൊ കയറി കഴിയുമ്പോൾ ഏതെങ്കിലും ടീച്ചേഴ്സ് ഇനി ഇതൊന്ന് വിട്ടുപോയോ, ടീച്ചറെ ഇന്ന ചാപ്റ്റർ എടുത്തില്ലല്ലോ, അത് വിട്ടുപോയിട്ടുണ്ട് എന്നാണെങ്കിൽ ഒന്ന് സൂചിപ്പിച്ചേക്കാം. ഓക്കെ, അപ്പൊ ഓരോ മൊഡ്യൂൾസിന്റെ ആ ഒരു ഇതൊക്കെ നിങ്ങൾക്ക് സിലബസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ തരും. അപ്പൊ നിങ്ങൾക്കും അത് നോക്കാൻ പറ്റും. ടീച്ചേഴ്സ് എടുക്കുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ വരുമെന്നല്ല കേട്ടോ, അത് ബൈ ചാൻസ് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അതിനൊരു ചാൻസ് കൂടി പറയണമല്ലോ. അല്ലെങ്കിൽ ആ ചാപ്റ്റർ വിട്ടുപോയില്ലോ, എന്ത് ചെയ്യും എന്ന് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയണമെന്ന് ഡിസ്കസ് ചെയ്യാം. പക്ഷെ അങ്ങനെ എന്തെങ്കിലും അത് ടീച്ചേഴ്സിന്റെയും നോട്ടീസിലേക്ക് കൊണ്ടുവരിക. മനസ്സിലായോ മനുഷ്യന്മാരല്ലേ? ഇപ്പൊ എന്തെങ്കിലുമൊക്കെ എല്ലാം ഒരേ സമയം നമ്മുടെയൊക്കെ ഒരു മൂഡ് ചിലപ്പോ നമ്മള് ഡിസ്റ്റർബ്ഡ് ആകും. ചില ദിവസങ്ങൾ അങ്ങനെയായിരിക്കാം. അപ്പൊ ഒന്ന് ഓർമ്മിപ്പിക്കണം, ടീച്ചറെ ഇന്ന ചാപ്റ്റർ എടുത്തിട്ടില്ലല്ലോ എന്ന്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കാം. എല്ലാ ദിവസവും ഓരോ ക്ലാസ്സിന്റെയും 2 ക്ലാസ്സസിൽ നടക്കും. ആ 2 ക്ലാസ്സിന്റെയും മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് പിറ്റേ ദിവസം കാലത്ത് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യും. ആ മോക്ക് ടെസ്റ്റുകൾ 5 ക്വസ്റ്റ്യൻ വീതം അടങ്ങുന്ന മോക്ക് ടെസ്റ്റ് ആയിരിക്കും. ആ 1 അവറിന്റെ കേട്ടോ. അപ്പൊ ആ മോക്ക് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാം, സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾക്ക് ആ ഡെയിലി എടുക്കുന്ന ക്ലാസ്സുകൾ എന്താണെന്ന് ഒന്നുകൂടി മനസ്സിൽ ഉറപ്പിക്കാനുള്ള ഒരു വഴിയാണ് ആ മോക്ക് ടെസ്റ്റ്. അപ്പൊ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടും. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം ആ ചോദ്യം എവിടെ കിടക്കുന്നു, അത് വരുന്ന സെന്റൻസ് എവിടെയെന്ന് വായിച്ചു നോക്കി കൊച്ചുകുട്ടികളെ വായിക്കുന്ന പോലെ ചെയ്യരുത്. നമ്മുടെ ക്ലാസ് കഴിയുമ്പോൾ 1 2 പ്രാവശ്യം ആ എടുത്ത ഭാഗം, ടീച്ചേഴ്സ് എടുത്ത ഭാഗം, അതിന്റെ അപ്പുറത്തേക്ക് വായിക്കട്ടെ, എടുത്ത ഭാഗം മാത്രം 1 2 പ്രാവശ്യം വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയതിനു ശേഷം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം. നിങ്ങൾക്ക് ചിലപ്പോൾ എന്താ പറയാ ആൻസർ അപ്പൊ ടിക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ അതെവിടെയുണ്ടെന്ന് നോക്കി പണ്ട് കുട്ടികള്
ഒരു പാസേജ് വന്നിട്ട് ആ ക്വസ്റ്റ്യനിൽ നിന്ന് ആൻസർ ചെയ്താൻ പറയുന്ന സംഭവം ഉണ്ടല്ലോ അല്ലെ? നമ്മൾ എഴുതിയിട്ടുണ്ട് അങ്ങനത്തെയൊക്കെ. ഡിഗ്രിക്ക് ഒക്കെ പഠിക്കുമ്പോഴൊക്കെ വലിയ പാസേജ് വന്നിട്ട് അതിൽ നിന്ന് ആൻസർ കണ്ടെത്തി എഴുതാൻ പറയൂലേ? താഴെ ക്വസ്റ്റ്യൻസ് വന്നിട്ട് ആ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നമ്മൾ എന്താ ചെയ്യാം? മൊത്തം വായിക്കാനൊന്നും നേരമില്ല. എന്ത് ചെയ്യും? ആ ചോദ്യത്തിൽ വന്നേക്കണ ഏതെങ്കിലും പർട്ടിക്കുലർ വേർഡ് ആ പാസേജിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കി എന്ത് ചെയ്യും? ആ സെന്റൻസ് അങ്ങനെ പകർത്തിയിടും. ചിലപ്പോഴൊക്കെ ശരിയാവും. അത് ആ ചക്ക വീണ പോലെ ചെന്നതുപോലെയാവും. ചിലത് പൊട്ടത്തരായിരിക്കും. അതിന്റെ മുമ്പായിരിക്കും ആൻസർ എടുക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ശേഷമായിരിക്കും ഇല്ലേ? അങ്ങനത്തെ മണ്ടത്തരം നമ്മൾ കാണിച്ചിട്ടില്ലേ? ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ പ്രത്യേകിച്ചും. മലയാളം ഒന്നും ചിലപ്പോ അങ്ങനെ വരും വരുമെന്ന് വരില്ല. ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ അല്ലെ? വലിയ പാസേജ് ഒക്കെ ഡിഗ്രി അങ്ങനത്തെ മണ്ടത്തിലൊക്കെ നമ്മൾ കാണിച്ചിട്ട് ഇപ്പോഴത്തെ പിള്ളേരും അങ്ങനെയൊക്കെ കുറച്ചൊക്കെ കാണിക്കുന്നുണ്ട്, പറഞ്ഞു കൊടുക്കാറുണ്ട് നമ്മൾ അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ. ഓക്കെ, വാട്ടെവർ ഇറ്റ് മേ ബി. അപ്പൊ നിങ്ങൾ അത് ചെയ്യരുതെന്നാണ് ഞാൻ പറഞ്ഞു തന്നെ. ആ എടുക്കുന്ന ഭാഗം ചിലപ്പോ 1-2 പേജ് ആയിരിക്കാം, 2 പേജൊക്കെ ആയിരിക്കും എടുക്കുക. അത് 2-3 പ്രാവശ്യം വായിച്ചു നോക്കുക. നിങ്ങളുടെ സമയമനുസരിച്ച് വായിച്ചു നോക്കിയതിന് ശേഷം മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് വീണ്ടും ആ സാധനം നോക്കേണ്ടി വരില്ല. മോക്ക് ടെസ്റ്റിൽ വായിച്ചു ഇത് പഠിച്ചത് അപ്പൊ ഇന്ന സാധനം ചൂസ് ചെയ്യുക. 4 ഓപ്ഷൻസ് ആയിരിക്കും. 4 ഓപ്ഷനിൽ റൈറ്റ് ഓപ്ഷൻ നിങ്ങൾ ടിക്ക് ചെയ്യുക. ഓക്കെ, സെലക്ട് ചെയ്യുക, എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. അപ്പൊ ഇതൊക്കെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിനെ കുറിച്ച്. എന്തെങ്കിലുമൊക്കെ കിട്ടിയോ? എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഇത്രയും ഡിമാൻഡ് ഈ ഒരു കോഴ്സിന് വന്നതെന്ന്? അതെ, ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത്രയേ ഉള്ളൂ. ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ, ഇൻക്രീസ്ഡ് ടൈപ്സ് ആൻഡ് നമ്പർ ഓഫ് ഡിസീസസ്. ഇത് 2 കാരണമാണ് പ്രധാനമായിട്ടുള്ളത് കേട്ടോ. പോപ്പുലേഷൻ വർദ്ധിച്ചു, പോപ്പുലേഷനോടൊപ്പം തന്നെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള രോഗങ്ങളുടെ എണ്ണവും രോഗങ്ങളുടെ വൈവിധ്യങ്ങളും കൂടിക്കൂടി വന്നു. അപ്പൊ ഹോസ്പിറ്റലിന്റെ ഒക്കെ നിയന്ത്രണങ്ങൾ അഴിഞ്ഞു കുഴഞ്ഞ് അഴിമതി നിറഞ്ഞ പോലെയൊക്കെയാണ്. അപ്പൊ ഇതിനെയൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് എല്ലാ കാര്യങ്ങളും ഭംഗിയായി കൊണ്ടുപോകാൻ കുറച്ച് പ്രൊഫഷണൽസിന്റെ, അതായത് പഠിച്ചവരുടെ, വിദഗ്ധരായവരുടെ ആവശ്യം വേണ്ടി വന്നു. അങ്ങനെയാണ് ഇങ്ങനെ ഒരു ആശയം വന്നതും. ഇതുപോലെയുള്ളൊരു വലിയ, ഇപ്പൊ നമ്മള് എടുക്കുകയാണെങ്കിൽ കുറച്ച് മോസ്റ്റ് ഡിമാൻഡബിൾ ആയിട്ടുള്ള കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് ഗൂഗിളിനോടൊക്കെ നമ്മൾ പല കാര്യം ഗൂഗിളിനോടാണ് ചോദിക്കുന്നത്. നമ്മുടെ മക്കൾക്കൊന്നും നമ്മളിന്നും വേണ്ട, എല്ലാം പറഞ്ഞു കൊടുക്കാൻ നമുക്ക് ഗൂഗിളാണ് ഉള്ളത്. കുട്ടികളോട് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, അല്ലെ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയില്ലാത്തതുണ്ടെങ്കിൽ പണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അച്ഛന്റെ കയ്യിൽ പിടിക്കും, അല്ലെങ്കിൽ അമ്മയുടെ സാരിത്തുമ്പിൽ പിടിച്ചിട്ട് അതെന്താ ഇങ്ങനെ, ഇതെന്താ ഇങ്ങനെ, ഇങ്ങനത്തെ ചോദ്യമൊന്നുമില്ല. അതെന്താ അങ്ങനെയെന്നോ ഇതെന്താ ഇങ്ങനെയെന്നോ ഇപ്പോഴത്തെ കുട്ടികൾ ചോദിക്കാറില്ല, അല്ലെ? അവർക്കറിയില്ലാത്ത കാര്യം പറഞ്ഞു കൊടുക്കാൻ ഗൂഗിളുണ്ട്. അപ്പൊ അവരതിൽ സെർച്ച് ചെയ്ത് നോക്കും, അല്ലെ? 1-2 അക്ഷരം അടിക്കുമ്പോഴേക്കും ഇവിടെ സെർച്ച് ചെയ്തതിന്റെ ഒരു ലിസ്റ്റ് അവിടെ ഉണ്ടല്ലോ. അപ്പോഴേക്കും ഇവിടെ നിന്ന് വരും പോകും. അപ്പൊ അവര് പിള്ളേര് തപ്പി തിരക്കി നോക്കി മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ ആവശ്യമേ ഇല്ല, അല്ലെ? വല്ലവരും ചോദിച്ചു വരാറുണ്ടോ നമ്മുടെ കുട്ടികളെ ഇന്ന കാര്യത്തെ കുറിച്ച് സംശയം ഉണ്ടെന്ന്? ഇല്ല എന്ന് ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. ഒരുപാട് കുട്ടികൾ പല ഏജ് ഗ്രൂപ്പിൽപ്പെട്ട കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ നിങ്ങൾ, അതായത് ഇത്രയും എന്താ പറയാ, വലിയ പിള്ളേരും കുറച്ച് ഗ്യാപ്പുള്ളവരും ഒത്തിരി ആളുകളെ ഒരു എന്താ പറയാ ഏറ്റവും ചെറുതു തുടങ്ങിയുള്ളത് ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്റെ അനുഭവത്തില് ഞാനിപ്പോ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയുണ്ട്. അപ്പൊ പറഞ്ഞു കൊടുക്കാനുണ്ട്. അപ്പൊ നമ്മളും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് എന്താ പറയാ, നമുക്ക് പറ്റുന്ന കാര്യമാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഇത്രയും ഡിമാൻഡ് ആയത് ഇങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അതിന്റെ ഒരു ഭാഗമായി ഹോസ്പിറ്റൽസിൽ ജോലി കിട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യാ, തുടങ്ങി വെച്ച ആ ഒരു എന്താ പറയാ കോഴ്സ് തുടങ്ങിയിട്ടുള്ളൂ നമ്മള്. അതുകൊണ്ട് തുടങ്ങിയത് ഒരു തരത്തിലും താഴേക്ക് ഒരു അണു പോലും, ഒരു ചെറിയ ഫ്രാക്ഷൻ ഓഫ് നിങ്ങളുടെ ചിന്ത പോലും ഡൗണിലേക്ക് പോകാതെ ഓരോ സമയം ഈഗറായിട്ട്, വളരെ ആൻഷ്യസ് ആയിട്ട് അത് പഠിച്ചെടുത്ത് നല്ല കുട്ടികളായിട്ട് അതിന് എന്താ പറയാ നിങ്ങളെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിട്ട് കാണാനും ഒക്കെ ആഗ്രഹമുണ്ട്. ഓക്കെ, അപ്പൊ അതിന് വൺസ് അഗെയിൻ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയാ ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ നന്നായിട്ട് ഇതൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഉണ്ടായ കുറെ സംശയങ്ങളൊക്കെ എനിക്ക് തീർക്കാൻ പറ്റിയെന്ന് തോന്നുന്നു. ആൻഡ് ഞാൻ പറഞ്ഞു ഇതിന്റെ ഹാഫ് പാർട്ട് സാർ ആയിരിക്കും തരിക. സാറിന്റേത് ഒരു ഇന്ററാക്ഷൻ ക്ലാസ് പോലെ ആയിരിക്കും. മീൻസ് സാറിനോട് നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ അങ്ങനെയുള്ള കാര്യത്തിലേക്കൊന്നും ഞാൻ കടന്നിട്ടില്ല കേട്ടോ. ഓൺലി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എന്താണെന്നും നമ്മളുടെ ക്ലാസ്സുകൾ എങ്ങനെ എടുക്കുന്നു, എത്രയാണ് ഇത് മൊഡ്യൂൾസും ചാപ്റ്റേഴ്സും സിലബസും ഒക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങള് ഒഫീഷ്യൽ കാര്യങ്ങൾ ഒക്കെ അല്ല അത് പറയാം, അതൊന്ന് പറഞ്ഞേക്കാം കേട്ടോ. അപ്പൊ അതൊക്കെ സാറായിട്ട് നിങ്ങൾക്ക് പറയാം തരാം. ഇത് ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തിരിക്കുന്നവരിൽ കുറച്ച് പേരൊക്കെ ഡിപ്ലോമ മാത്രം, ദാറ്റ് മീൻസ് ഇതിന്റെ ഡിഗ്രി മാത്രം മതി എന്ന് ആവശ്യക്കാരായിരിക്കാം. ചില കുട്ടികൾ
ഒപ്പം തന്നെ ഇതിന് ഈ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ കേൾക്കുന്നവരുണ്ട്. ഇതിന്റെ PG, അതായത് 6+4, PGക്ക് 4 months ആണ്. അപ്പൊ 6+4 10 monthsന്റെ കോഴ്സിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒബ്വിയസ്ലി നമുക്കറിയാം ഏത് കോഴ്സ് ആണെങ്കിലും മറ്റവരുടെ കോഴ്സ് വേണ്ടി ഏത് കോഴ്സ് ആണെങ്കിലും നമുക്കറിയാം ഡിഗ്രി കഴിയാതെ അതിന്റെ പരീക്ഷ കഴിയാതെ എന്തിലേക്ക് പോകാൻ പറ്റില്ല, PG എടുക്കാൻ പറ്റുമോ? അങ്ങനെയുണ്ടോ? ഇല്ലല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ ഡിപ്ലോമ കഴിഞ്ഞ് അതിന്റെ എക്സാം കഴിഞ്ഞിട്ട് എന്താണ് അടുത്ത ബാക്കി, അതായത് PG കൂടി എടുത്തവർക്ക് എന്ത് ചെയ്യുന്നു, PG ക്ലാസ്സസ് ആയിട്ട് വീണ്ടും അടുത്തൊരു എന്താ പറയാ ഒരു ടീം പോലെ വേറെ ക്ലാസ്സുകൾ കൊടുക്കുന്നു. ഓക്കെ, നമ്മളുടെ ഡിപ്ലോമയെ ലീവ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഒപ്പമുള്ള ക്ലാസ് PGക്ക് വേറെ, PG കൂടി എടുത്തിരിക്കുന്നവർക്ക് വേറെ ക്ലാസ്, ഡിപ്ലോമ എടുത്തിരിക്കുന്നവർക്ക് വേറെ ക്ലാസ് അല്ല കേട്ടോ. ഇതൊരു ക്ലാസ് ആണ്. ഇപ്പൊ ഈ ഒരു ക്ലാസ് റൂമില് 78 അല്ലെ സ്റ്റുഡൻസ് 77 കയറിയിട്ടുണ്ട്. ഇവരെല്ലാവരും ഇനിയും കുറെ ഉണ്ടാവും കേട്ടോ. ചിലര് റെക്കോർഡഡ് ക്ലാസ് കാണാം എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ട് നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർക്ക് ജോലിക്കാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിരിക്കുന്നവരായിരിക്കാം. അതുകൊണ്ടാണ് 100 പേരൊക്കെ ഉണ്ടാവണം എന്തായാലും ഒരു ബാച്ചില്. അപ്പൊ എന്തായാലും സെപ്പറേറ്റ് ക്ലാസ് അല്ല, എല്ലാവർക്കും കൂടി ഒരുമിച്ചാണ്. ആൻഡ് ഇൻ ബിറ്റ്വീൻ 6 months കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ഡിപ്ലോമക്കാരുടെ ക്ലാസ്സുകൾ തീർന്നിട്ടുണ്ടായിരിക്കും. എല്ലാവർക്കും ഒരുമിച്ചാണ് ഡിപ്ലോമയുടെ പരീക്ഷയും വരിക. ഓക്കെ, പരീക്ഷ കഴിഞ്ഞിട്ട് ആണ് പിന്നെ ബാക്കിയുള്ളത് PG എടുത്തിരിക്കുന്നവർക്ക്. അതിനോടൊപ്പം വേറെ PG ബാച്ചിലേക്ക് ആഡ് ചെയ്യാൻ കുറെ കുട്ടികൾ വേറെ എടുക്കാം. നമ്മുടെ ഡിപ്ലോമ കഴിഞ്ഞിട്ട് കുറച്ച് അന്നേരം ഡിപ്ലോമ മാത്രം എടുത്തു, ഇപ്പൊ PG കൂടി എടുക്കണമെന്ന് തോന്നുന്ന ഒരുപാട് പേരുടെ അവരെ എല്ലാം കൂടി ജോയിൻ ചെയ്ത ക്ലാസ്സുകൾ വേറെ PGക്ക് കൊടുക്കുന്നതായിരിക്കും. ക്ലിയർ ആയോ? ആരോ അത് സംശയം ചോദിച്ചു, അതുകൊണ്ടാണ് ഞാനിപ്പോ അത് ക്ലിയർ ചെയ്യുന്നത്. ഓക്കെ, സോ വൺസ് അഗെയിൻ ഞാൻ എന്താണ് പറയാ, നിങ്ങൾ എല്ലാവരും എടുത്ത ആ ഒരു എന്താ പറയാ ഒരു സ്റ്റാർട്ടിങ്, ഒരു ന്യൂ പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പോലെയാണ്. വൺസ് അഗെയിൻ ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഇനി വേറെ സംശയമൊന്നും ഇതുമായി ബന്ധപ്പെട്ടിട്ടില്ലല്ലോ? ഉണ്ടോ? ഇല്ല. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഇങ്ങനെ കോഴ്സുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും കാര്യത്തിൽ, ടെക്സ്റ്റ് ബുക്ക് സംബന്ധിച്ച കാര്യമല്ല, ടെക്സ്റ്റ് ബുക്കിനകത്ത് ടീച്ചർമാരോട് ചോദിക്കുക, അവർ തന്നെ ക്ലിയർ ചെയ്ത് തരണം. ഓക്കെ, അല്ലാതെ ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് അതിന് നിഷാമിസിനെ വിളിക്കും, അടുത്ത ടീച്ചർ കയറി വേറെ ചാപ്റ്ററിൽ സംശയം ഉണ്ട് അതിന് നിഷാമിസിനെ വിളിക്കും. കേട്ടോ, അതൊന്നും തന്നെ ക്ലിയർ ചെയ്ത് തരട്ടെ, അതൊക്കെ ക്ലിയർ ചെയ്ത് തരണം. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം എന്നെ വിളിക്കാം. സോ ഐ വിൽ ബി ദേർ. ഞാൻ വേഗം വരും. നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾ വിളിക്കുന്നത് നോക്കി ഞാൻ കാത്തിരിക്കും കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ തമ്മിൽ കാണില്ല ഇനി. ഓക്കെ, PG ചെയ്യുന്നവർ 2 എക്സാം ഉണ്ടോന്നാണോ? അതെന്താ ഉദ്ദേശിച്ചത്? ഡിപ്ലോമയുടെ എക്സാം എഴുതണം, PG കഴിയുമ്പോൾ PGയുടെ എക്സാം എഴുതണം. ഒബ്വിയസ്ലി തീർച്ചയായിട്ടും എഴുതണ്ടേ? നമുക്ക് എക്സാം ഉണ്ട്, എല്ലാത്തിനും എക്സാം ഉണ്ട്. ഓക്കെ, ഡിപ്ലോമ കഴിയുമ്പോൾ ഡിപ്ലോമയുടെ ഡ്യൂറേഷൻ 6 months ആണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവർക്കും കൂടി ഒരുമിച്ച് എക്സാം, ഡിപ്ലോമയുടെ എക്സാം എല്ലാവർക്കും ഒരുമിച്ച്. അവിടെ PG ഡിപ്ലോമ നോ സെപ്പറേഷൻ. മനസ്സിലായോ? ബുക്സ് ഒക്കെ കിട്ടുന്ന കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇൻഫോർമേഷൻ വരും. അപ്പൊ നിങ്ങൾ അതിനെ കുറിച്ച് റിയാക്ട് ചെയ്യാം. ഓക്കെ, ബുക്ക് ഒക്കെ കിട്ടും, അതിന് ഇൻഫോർമേഷൻ തരും, നിങ്ങൾ ചോദിക്കുക. അപ്പൊ അവിടെ ഇൻഫോർമേഷൻ വരും. നിങ്ങളുടെ PROസുമായിട്ടൊക്കെ ചോദിക്കുമ്പോൾ തന്നെ അവർ പറയാം എങ്ങനെ ബുക്സ് കിട്ടും, അല്ലെങ്കിൽ ബുക്സ് ഉണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ അവർ അതിന് മറുപടി തരും. ഇത് തന്നെയാണ് ഗൂഗിൾ ക്ലാസ് റൂമിൽ അതിന്റെ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് തരുന്നത്. ഓക്കെ, സോ നിങ്ങൾ എന്നെ എപ്പോഴെങ്കിലും വിളിക്കും, കാണണം എന്ന് അന്വേഷിക്കുമെന്ന് വിശ്വാസപ്പെട്ട് ഞാൻ പോട്ടെ. ഓക്കെ, ബൈ. താങ്ക് യു so much.